ഇറാൻ ഏതൊക്കെ തരത്തിലാണോ ഇവിടെ അടി കിട്ടുന്നത് തിരിച്ച് അതേ രീതിയിലാണ് ഇറാൻ ഗൾഫ് രാഷ്ട്രങ്ങൾക്കിട്ടാണ് പണി കൊടുക്കുന്നത്. അതവർ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ഈ ലോകത്തിൻ്റെ മൊത്തം ഓയിൽ മൂവ്മെൻറ്റിൻ്റെ ഒരു 20% കടന്നു പോകുന്ന സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ഇപ്പോൾ ഏകദേശം അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളോളമായി. അത് ഇന്ത്യ ആണെങ്കിലും യൂറോപ്യൻ യൂണിയൻ ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു പശ്ചിമേഷ്യൻ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ലോകത്തിലെ ഏതാണ്ട് എല്ലാ മേഖലയും ഇത് അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നാറ്റോ സഖ്യത്തിൽ അതിൻ്റെ രൂപീകരണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്ര വലിയ അഭിപ്രായ വ്യത്യാസം ഈ സഖ്യത്തിൽ രൂപപ്പെടുന്നത്. ഇന്ത്യയുടെ താല്പര്യം ഞാൻ മനസ്സിലാക്കുന്നത് എപ്പോഴും ആ റീജിയൻ ഒരു സേഫായിട്ട് സെക്യൂറായിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സും അവിടെ വർക്ക് ചെയ്യുള്ളൂ. നമസ്കാരം. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഏകപക്ഷീയമായി ആരംഭിച്ച ആക്രമണം വലിയൊരു യുദ്ധമായി പരിണമിച്ചിട്ട് ഏകദേശം ഒരു മാസത്തോളം പിന്നിടുന്നു. ഇക്കാലയളവിൽ ലോകത്തെ തന്നെ മുൾമുനയിൽ നിർത്തുന്ന വിവിധ സംഭവങ്ങളാണ് ഇറാനിൽ നിന്നും വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ ലോകക്രമത്തെ തന്നെ മാറ്റുന്ന രീതിയിൽ അമേരിക്കയുടെ ഇറാനെതിരായ സൈനിക നടപടികൾ മുന്നോട്ട് പോകുന്നു. ഇറാനിൽ നിന്ന് ഏതു വിധേനയും യുദ്ധം അവസാനിപ്പിച്ച് രക്ഷപ്പെടാനുള്ള നീക്കങ്ങളാണ് ഒടുവിൽ അമേരിക്ക നടത്തുന്നതെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയുടെ ഇറാനിലെ യുദ്ധവും അതേ തുടർന്നുള്ള ഇറാൻ്റെ പ്രതിരോധവും ലോകക്രമങ്ങളെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ പരിണമിക്കുമോ? ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ ലിറാർ പുളിക്കകത്താണ്. നമസ്കാരം. ഈ ഇറാനിലെ അമേരിക്കൻ സൈനിക നടപടി ഒരുപക്ഷെ കഴിഞ്ഞ ഒരു മാസമായി വിവിധ കാരണങ്ങളാണ് ട്രംപ് പറയുന്നത്. തുടക്കം തൊട്ട് ട്രംപ് അതിൻ്റെ ലക്ഷ്യങ്ങൾ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ആദ്യം ഭരണമാറ്റം എന്ന് പറയുന്ന ഒരു ലക്ഷ്യം പ്രഖ്യാപിച്ചു. തൊട്ടുപുറകെ ഇറാനിൽ ഈ പറയുന്ന പോലെ ഇറാൻ്റെ ആണവ പദ്ധതികൾ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് അവസാനം എത്തി നിൽക്കുന്നു. ഏറ്റവും അവസാനമായിട്ട് ഹോർമൂസ് കടലിടുക്ക് ഉപരോധിക്കാൻ അമേരിക്ക തന്നെ രംഗത്തിറങ്ങുന്നു. ഇറാൻ്റെ തുറമുഖങ്ങളെല്ലാം ഉപരോധിക്കുമെന്നുള്ള നടപടികളിലേക്കൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക ലക്ഷ്യങ്ങൾ മാറ്റുന്നു, ഇറാനെതിരെയുള്ള സമീപനം മാറ്റുന്നു. ഒരുപക്ഷെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ട്രംപ് തന്നെ തുടരെ പ്രഖ്യാപിക്കുന്നു. അമേരിക്ക ശരിക്കും ഇറാനിൽ ഒരു പെട്ടില്ലേ? ഇറാൻ കുടുങ്ങിയെന്ന് തന്നെ പറഞ്ഞുകൂടെ? തീർച്ചയായും താങ്കൾ പറഞ്ഞ പോലെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ലോകത്ത് അമേരിക്ക കഴിഞ്ഞ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളിലായിട്ട് നമ്മൾ കാണുന്നു അമേരിക്ക ഇടപെട്ട രാഷ്ട്രങ്ങൾ ഒരു പക്ഷേ അവരുടെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾ തുടരെ പെട്ടെന്ന് മാറ്റേണ്ടി വരുന്നൊരു സാഹചര്യം ഒരുപക്ഷെ അവർക്ക് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ അവർ കടന്നു പോകുന്നത്. ഇപ്പം താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇറാനിൽ ഈ ഒരു ആക്രമണം തുടങ്ങുന്ന സമയത്ത് അവരൊരു മേജർ ഒബ്ജക്റ്റീവ് എന്നുള്ള രീതിയിൽ പറഞ്ഞത് ഭരണമാറ്റം തന്നെ, റെജീം ചേഞ്ച്. അതവർ ഇത്രയും ഏകദേശം 2 മാസത്തോളമായിട്ട് ഇപ്പോഴും അവർ അത് നേടാൻ പറ്റിയിട്ടില്ല. പിന്നെ അവരുടെ ഒരു ലക്ഷ്യമെന്ന് വെച്ചാൽ ഇറാനെ തകർക്കുക എന്നുള്ള രീതിയിൽ ഇറാൻ്റെ മേജർ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഇറാൻ്റെ മിസൈൽ ടെക്നോളജി പോലത്തെ മിസൈൽ ഇൻഫ്രാസ്ട്രക്ചർ തകർക്കുക എന്നുള്ളത്, അതും പരിപൂർണമായിട്ട് വിജയിച്ചിട്ടില്ല. അങ്ങനെ പിന്നെ ആകെ അവർ വിജയിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ അവരുടെ ഒരു പരമോന്നത നേതാവിനെ അവർക്ക് വധിക്കാൻ പറ്റി. പിന്നെ മേജറായിട്ടുള്ള പ്രധാനപ്പെട്ട മിലിറ്ററി ഓഫീസേഴ്സിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിന്നെ ആളുകൾ കീ ആയിട്ടുള്ള ഇതിൻ്റെ സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡേഴ്സിനൊക്കെ അവർ അസാസിനേഷൻ നടത്തി. പക്ഷെ അപ്പോഴും ലക്ഷ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ലക്ഷ്യങ്ങൾ ബാക്കി എന്നതിനപ്പുറത്തായിട്ട് ഈ ഒരു യുദ്ധത്തെ വ്യത്യസ്തമാക്കുന്നത് ലക്ഷ്യങ്ങളിൽ നിന്ന് മാറി പുതിയ ലക്ഷ്യങ്ങളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ പഴയ ലക്ഷ്യങ്ങൾ ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു, അല്ലെങ്കിൽ പുതിയ വെല്ലുവിളികൾ ഓരോ ദിവസവും കൂടുന്തോറും ഈ ഒരു വാർ താങ്കൾ സൂചിപ്പിച്ച പോലെ US ശരിക്കും ട്രാപ്പിൽ നിന്ന് ട്രാപ്പിലേക്ക് പോകുന്നൊരു സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ തമാശ രൂപം നമുക്ക് തോന്നുന്നൊരു, ഇപ്പോൾ നമ്മൾ ഈയിടെ പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അമേരിക്ക ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഇറാൻ തുറന്നു കൊടുക്കണമെന്നൊരു ഡിമാൻഡായിരുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ നമ്മൾ പത്രത്തിൽ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് കാണുന്ന ഒരു ആഗോള തലത്തിലുള്ള ഒരുപക്ഷെ ഈ വിഷയത്തെ പറ്റിയിട്ട് ഒരു വ്യക്തതയില്ലാത്ത ആളുകൾ പോലും ചിന്തിക്കും ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഇത്രയും കാലം തുറന്നല്ലേ കിടന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാലം ഓപ്പണായിട്ട് കിടന്ന ഒരു കടലിടുക്ക് തുറക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ യുദ്ധം, ആ തരത്തിലേക്ക് പോകുന്നു. അങ്ങനെ കഴിഞ്ഞ കുറച്ചാഴ്ച അതായിരുന്നു ചർച്ച. ഇപ്പോൾ ഇത് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മൾ കാണുന്നത് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് അമേരിക്ക തന്നെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു ലോക രാഷ്ട്രത്തിൻ്റെ ഒരു തലവൻ, അതായത് അത് ഒരു സൂപ്പർ പവറിൻ്റെ തലവൻ, അമേരിക്കയുടെ തലവൻ ഡൊണാൾഡ് ട്രംപ്
അയാൾ രാവിലെ ഒരു കാര്യം ഉദ്ദേശിക്കുന്നു, ഉച്ചക്ക് വേറൊന്ന് പ്രവർത്തിക്കുന്നു, വൈകുന്നേരം അതിനെ തിരുത്തി പറയുന്നു, നെക്സ്റ്റ് ഡേയിൽ വേറൊരു കാര്യങ്ങളുമായിട്ട്, അങ്ങനെ ഒരു തരത്തിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, ഒരു തരത്തിൽ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഓരോരോ തീരുമാനങ്ങളും പ്രവൃത്തികളുമായിട്ട് ഇത് ആഗോള തരത്തിൽ അമേരിക്കക്ക് ഒരു വൻ ഒരു ഇമേജ് നഷ്ടപ്പെടുത്തുന്നു. അതിൻ്റെ കൂടെ തന്നെ ആഗോള തലത്തിൽ ഇത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. അത് ഓരോ രാഷ്ട്രങ്ങളെയും, ഓരോ റീജിയണെയും, മേഖലയും പല തരത്തിലാണിത് സ്വാധീനിക്കുന്ന അപ്പുറത്തായിട്ട് ഇത് ഒരു വെല്ലുവിളി ഉയർത്തുന്നത്. അത് ഇന്ത്യ ആണെങ്കിലും യൂറോപ്യൻ യൂണിയൻ ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു പശ്ചിമേഷ്യൻ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ലോകത്തിലെ ഏതാണ്ട് എല്ലാ മേഖലയും ഇത് അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അത് പ്രധാനപ്പെട്ട നമ്മൾ ഓർക്കേണ്ടത്, അത് ഈ ഒരു എനർജി സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു മേഖല ലോകത്തിൻ്റെ ചർച്ചയിൽ വരാൻ പ്രധാനപ്പെട്ട കാരണം. നമ്മൾക്കറിയാം, ആഗോളതലത്തിൽ പെട്രോളിയം റിസർവ്സ് അല്ലെങ്കിൽ ഈ ഓയിൽ റിസർവ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അറൗണ്ട് 2/3 ഓഫ് ദി വേൾഡ്സ് പ്രൂവൺ ഓയിൽ റിസർവ്സ് അത് ഈ ഒരു പശ്ചിമേഷ്യൻ മേഖലയിലാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഈ ഒരു ഗൾഫ് റീജിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ GCC പ്ലസ് വേണമെങ്കിൽ നമുക്ക് ഇറാനും ഇറാഖിനെയും ഉൾപ്പെടുത്തുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഓയിൽ പ്രൊഡക്ഷൻ എല്ലാം നടക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഈ ഒരു മേഖലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് സ്വാഭാവികമായിട്ടും ആഗോള തരത്തിൽ അത് ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യം ഒരു തർക്കവുമില്ല. അപ്പോൾ അതിൽ ഈ മേഖലയിൽ ഏതെങ്കിലും രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായാൽ തന്നെ അതിൻ്റെ പ്രത്യാഘാതം അന്താരാഷ്ട്ര മാർക്കറ്റിലുണ്ടാകും. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസുമായിട്ട് ബന്ധപ്പെട്ട പ്രതിസന്ധി കൂടി കടന്നു വരുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും ലോകത്തിൻ്റെ ഈ ഒരു എണ്ണ വ്യാപാരത്തിൻ്റെ 5/1 അല്ലെങ്കിൽ 20% കടന്നു പോകുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയ്ക്ക് ഒരു ചോക്ക് പോയിൻ്റ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള വാട്ടർ ബോഡിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഈ മേഖലയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതൊക്കെ രാഷ്ട്രങ്ങളും മേഖലകളുണ്ടോ ലോകത്തിന് അവരെല്ലാം അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ വിചാരിച്ചും അവരെ മാത്രമാണ് അവരെ മാത്രമല്ല, ഇത് എക്സ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രങ്ങൾ ഇത് അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം ഇപ്പോൾ ട്രാപ്പിലായി കിടക്കുന്നത്. അപ്പോൾ ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ ഒരുപക്ഷെ ഈ ഒരു യുദ്ധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ച പ്രധാനപ്പെട്ട രാഷ്ട്രം ആക്ച്വലി ഗൾഫ് കൺട്രീസാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു എക്കോണമി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബേസ് ഈ ഓയിൽ എക്സ്പോർട്ട് അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസിൻ്റെ എക്സ്പോർട്ട്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു പോകുമ്പോഴേ ഈ ലോകത്തിൻ്റെ മൊത്തം ഓയിൽ മൂവ്മെൻറ്റിൻ്റെ ഒരു 20% കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഇപ്പോൾ ഏകദേശം അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളോളമായി. അപ്പോൾ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗൾഫ് കൺട്രീസിലുണ്ടാകുന്ന ഒരു പ്രതിസന്ധി അത് ലോകത്തിൽ വലിയ രീതിയിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ബാധിക്കുന്ന ഒരു പ്രതിസന്ധി. അപ്പോൾ ഈ പ്രതിസന്ധിയുടെ ഭാഗമായിട്ട് ഒരുപക്ഷെ അമേരിക്കയുടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതായത് ഈ എണ്ണയ്ക്ക് വേണ്ടി ഈ പറയുന്ന ഗൾഫിൽ നിന്ന് ഒരു സംവിധാനത്തെ ആശ്രയിക്കാൻ വേണ്ടി മറ്റ് രാജ്യങ്ങൾ, ഈ ഓയിൽ ഉപഭോക്താക്കളായ രാജ്യങ്ങൾ നിർബന്ധിതമാകുന്നൊരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അത് ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. ഈ നമ്മുടെ യുദ്ധത്തിൽ നഷ്ടം ആർക്കാണെന്ന് പറയുന്ന കൂട്ടത്തിൽ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യേണ്ട ഒരു ഭാഗമാണ് ആർക്കാണ് ലാഭം പിന്നെ എന്നുള്ളത്. സ്വാഭാവികമായിട്ടും യുദ്ധം അമേരിക്കയും ഇസ്രായേലും തുടങ്ങി. അതുകൊണ്ട് തന്നെ അവരുദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നേടിയിട്ടില്ലെങ്കിൽ കൂടി പലതരത്തിൽ സാമ്പത്തികമായിട്ട് ലാഭമുണ്ട്, പ്രത്യേകിച്ച് അമേരിക്കക്ക്. കാരണം നമുക്കറിയാം, അമേരിക്ക ലോകത്തിൽ പ്രധാനപ്പെട്ട ഒരു ഓയിൽ പ്രൊഡ്യൂസറാണ്. അതേസമയം അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് നമുക്കറിയാം വെനിസ്വേല ഇപ്പം ഏതാണ്ട് അമേരിക്കയുടെ കൺട്രോളാണ്. വെനിസ്വേല എന്ന് പറഞ്ഞാൽ ലോകത്തിലെ 1/4 ഓഫ് ദ ടോട്ടൽ വേൾഡ്സ് പ്രൂവൺ ഓയിൽ റിസർവ്. ലോകത്തിൻ്റെ 4/1 25% ഓയിൽ കൺട്രോൾ ചെയ്യുന്ന രാഷ്ട്രമാണ്, അല്ലെങ്കിൽ ഉള്ള റിസർവ് ഉള്ള ഒരു രാഷ്ട്രമാണ് വെനിസ്വേല. ആ രാഷ്ട്രം തന്നെ അമേരിക്കയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓയിലുണ്ട്, പ്ലസ് ഈ വെനിസ്വേലൻ ഓയിലുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ ഒരു പുതിയ മാർക്കറ്റ് കിട്ടുകയാണ് സ്വാഭാവികമായിട്ടും. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മേജർ ഒരു ഓപ്പണിംഗ് ആണ്, അല്ലെങ്കിൽ അവരെ ഈ പറഞ്ഞ ഇത്രയും വലിയൊരു ഹ്യൂജ് അസറ്റ് അവർക്ക് എക്സ്പോർട്ട് ചെയ്യാനും സെല്ല് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. അതേസമയം അമേരിക്കയുടെ സപ്പോർട്ടേഴ്സ് എന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന ഗൾഫ് രാഷ്ട്രം മുഴുവൻ GCC രാഷ്ട്രങ്ങളും അമേരിക്കയുടെ സപ്പോർട്ടേഴ്സാണ്, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ അവർക്കാണ് ഇതിൽ തിരിച്ചടി വന്നത്. ഇനി അമേരിക്ക കൂടാതെ മറ്റൊരു ഈ വാറിൽ താൽക്കാലികമായിട്ട് ഒരു ലാഭം കിട്ടിയ രാഷ്ട്രമായിട്ട് ഞാൻ കാണുന്നത് റഷ്യയാണ്. റഷ്യക്ക് 2 തരത്തിൽ, ഒന്ന് റഷ്യയുടെ ഓയിലും ഇപ്പം അമേരിക്ക തന്നെ പലതരത്തിൽ നിയന്ത്രണങ്ങളും ഉപരോധങ്ങളൊക്കെ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ. അതിൻ്റെ കൂടെ തന്നെ ഇപ്പം നമ്മൾ 3-4 വർഷങ്ങളായിട്ട് ഉക്രൈൻ വാറിൽ അകപ്പെട്ടിരിക്കുന്നതാണ് റഷ്യ. അപ്പോൾ അമേരിക്കയുടെ മേജർ മിലിറ്ററി ഇൻസ്റ്റാൾ കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് ഇപ്പം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഉക്രൈൻ വിഷയം ഇപ്പോൾ ആരും ചർച്ച ചെയ്യുന്നില്ല, റഷ്യക്ക് മേലൊരു പ്രഷറും ഇല്ല. അപ്പോൾ ആ തരത്തിൽ റഷ്യ അതിൽ നിന്ന് കുറച്ചൊരു റിലാക്സേഷൻ ഒരു മോഡിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൂടാതെ
കൂടാതെ തന്നെ അവർ സാമ്പത്തികമായിട്ട് കുറച്ചൊരു കംഫർട്ട് പൂർണ്ണമായിട്ടും കംഫർട്ട് എന്നെല്ലാം പറയും. പക്ഷേ എന്നാലും അവർക്ക് താൽക്കാലികമായിട്ട് അവരെ പ്രൊഡക്ട്സ് എല്ലാം എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത് അമേരിക്ക അതിന് പെർമിഷൻ കൊടുക്കുന്നു. 1945 ശേഷം ലോകം കണ്ടിട്ടുള്ള ഒരു ലോകക്രമത്തിലുണ്ടായിട്ടുള്ള വലിയൊരു ഷിഫ്റ്റ്, ഒരു പാറ്റേൺ ഷിഫ്റ്റ്. ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച പോലെ റഷ്യ ഒരു നയതന്ത്രപരമായിട്ട് അമേരിക്കനെ ഇറാനിൽ കുരുക്കിയിട്ടിരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുക. പലപ്പോഴും സൈനിക സഹായങ്ങൾ റഷ്യയുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നു. അപ്പോൾ റഷ്യ കൃത്യമായിട്ട് ഇറാനെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കനെ അവിടെ ട്രാപ്പ് ചെയ്ത് നിർത്തുന്നു. യൂറോപ്പിലെ അവരുടെ താല്പര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ചൈന ഈ പുറത്ത് യുവാനിൽ എണ്ണ വിൽപ്പന നടത്തുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ അമേരിക്ക ഈ ഹോർമൂസ് കടലിടുക്കൊക്കെ അടച്ച് ഉപരോധങ്ങളൊക്കെ നടത്തുമ്പോഴും സൈനിക നടപടിയുമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോഴും അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്ന വലിയൊരു കാര്യം അവിടെ ഇല്ലേ? അതായത് ഒരു ലോകക്രമത്തിൽ അമേരിക്കയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. ഒരു മൾട്ടി ഡൈമെൻഷനലായിട്ടുള്ള ഒരു ലോകക്രമത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. റഷ്യയും ചൈനയും വലിയ ശക്തികളായിട്ട് വീണ്ടും തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുന്നു. ഇതൊക്കെ അമേരിക്കനെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നതായിട്ട് തോന്നില്ലേ? പശ്ചിമേഷ്യയിൽ എപ്പോൾ നടക്കുന്ന സംഘർഷം, അപ്പം താങ്കളുടെ ചോദ്യത്തിൽ രണ്ട് ഭാഗമാണ് മറുപടി പറയുന്നത് ഞാൻ മനസ്സിലാവും. ഒന്ന് റഷ്യയുമായിട്ട് ബന്ധപ്പെട്ടത്, ഒന്ന് ചൈനയുമായിട്ട് ബന്ധപ്പെട്ടത്. ഈ രണ്ട് രാഷ്ട്രങ്ങളുടെയും താല്പര്യം എത്രത്തോളം ഈ സംഘർഷത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഞാൻ മനസ്സിലാക്കുക. അപ്പം റഷ്യയുടെ കാര്യത്തിലേക്ക് എടുക്കുക. റഷ്യക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് തൽക്കാലത്തേക്ക് ഒരു ലാഭം എന്ന് വേണമെങ്കിൽ അവരുടെ ഒരു നേട്ടത്തിലേക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. അതേസമയം ഈ ഒരു സംഘർഷം ഇൻ കേസ് ഇറാൻ അതിൽ പൂർണ്ണമായിട്ടും സൈനികമായിട്ടും സാമ്പത്തികമായിട്ടും നയതന്ത്രപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും പരാജയപ്പെടുകയാണെങ്കിൽ അത് റഷ്യയുടെയും കൂടി ഒരു പരാജയമായിരിക്കും. അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മൾ പശ്ചിമേഷ്യയുടെ ഒരു ജിയോ പൊളിറ്റിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കോൾഡ് വാർ കോണ്ടെക്സ്റ്റ് മുതൽ നമ്മൾ എടുക്കുക. ഇപ്പോൾ താങ്കൾ 1945 കാര്യം പറഞ്ഞുകൊണ്ടാണ് 45 മുതൽ 90 വരെയാണ് ഇപ്പോൾ ഒരു ശീതയുദ്ധത്തിൻ്റെ കാലഘട്ടം. അപ്പോൾ ആ ഒരു കാലഘട്ടം മുതൽ അല്ലെങ്കിൽ ആ ഒരു പീരീഡും പ്ലസ് ഏകദേശം 2024 വരെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ ഒരു മേഖലയിൽ റഷ്യയെ സപ്പോർട്ട് ചെയ്തിരുന്ന രാഷ്ട്രങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ നേരത്തെ കുറച്ച് കാലത്തേക്ക് ഈജിപ്ത് ഉണ്ടായിരുന്നു. പിന്നീട് നമുക്ക് അവസാനം പിടിച്ചു നിന്ന രണ്ട് രാഷ്ട്രം നമുക്ക് കാണാം, ഒന്ന് ഇറാനും ഒന്ന് സിറിയയുമാണ്. ഇതിൽ കഴിഞ്ഞ വർഷം 2024 സിറിയയും ഈ ഒരു റഷ്യൻ സപ്പോർട്ടുള്ള ഒരു രാഷ്ട്രം എന്നുള്ള ഇമേജ് അതിന് നഷ്ടപ്പെട്ടു. അപ്പോൾ നിലവിൽ ആ ഒരു മേഖലയിൽ റഷ്യയുടെ താല്പര്യത്തെ ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കുമെന്ന് ഉറപ്പുള്ള അല്ലെങ്കിൽ റഷ്യയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രം എന്നുള്ള രീതിയിൽ ഇറാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും റഷ്യയുടെ ഇപ്പോൾ നമ്മൾ അമേരിക്കൻ നാവൽ ഫോഴ്സ് മിലിറ്ററി ബേസ് എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് പറയുന്ന പോലെ അങ്ങനെ ഒരു സംഭവം നിലവിൽ റഷ്യക്ക് ഈ മേഖലയിലില്ല. നേരത്തെ സിറിയയിലുണ്ടായിരുന്നു, അല്ലാത്ത ഈ സിറിയയിൽ പ്രസൻസ് ആക്ച്വലി ഈ മേഖലയിലില്ല. അപ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവരുടെ താല്പര്യം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മേജർ അലൈ എന്നുള്ള ഒരു ഇമേജ് ആക്ച്വലി ഇറാനുണ്ട്. അപ്പോൾ അതും കൂടി അവർക്ക് നഷ്ടപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ അവരുടെ താല്പര്യം സംരക്ഷിക്കുന്ന രാഷ്ട്രത്തെ അവർക്ക് നഷ്ടപ്പെടുന്നു. ഇനി ചൈനയുടെ കാര്യം എടുപ്പോൾ സാറ് പറഞ്ഞ പോലെ ഈ പെട്രോ ഡോളർ ഇതിൻ്റെ ഒരു സിസ്റ്റത്തിൽ നിന്ന് എക്കണോമിക് സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് ട്രേഡെല്ലാം കുറേ യുവാനിലേക്ക് മാറുന്നൊരു സിറ്റുവേഷൻ, ഇത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ചർച്ചയിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം. ഒരു പക്ഷേ നമ്മൾ ഈ ഒരു യുദ്ധത്തിൻ്റെ അമേരിക്കയുടെ ഒരു ഹിഡൻ ഒരു സീക്രട്ടായിട്ടുള്ള ഒരു ലക്ഷ്യങ്ങളിൽ ഒന്ന് ഞാൻ കാണുന്നത് ഈ ഒരു സംഗതിയാണ്. അതായത് പല രാഷ്ട്രങ്ങൾ, ഈവൻ പല ഗൾഫ് രാഷ്ട്രങ്ങൾ, ഇറാൻ നേരത്തെ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പം അങ്ങനെ ആ തരത്തിലുള്ള ഈ ഡോളറിൻ്റെ ഒരു ഡോമിനേഷൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും അമേരിക്കൻ എക്കോണമിയെ തന്നെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങളെത്തും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത് എന്ന് അമേരിക്കയും താല്പര്യപ്പെടുന്നത്. അതിൻ്റെ കൂടെ തന്നെ ചൈന എപ്പോഴും നമ്മൾ ചൈനയുടെ ഡിപ്ലോമസിയും ഇടപെടലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിപ്പോൾ അവരെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള അലയാണെങ്കിലും അല്ലാത്തതാണെങ്കിലും അവരെപ്പോഴും നിലപാടുകൾ അവരുടെ വാണിജ്യ മാർക്കറ്റ് അല്ലെങ്കിൽ എക്കോണമി താല്പര്യങ്ങൾ അവരെ ഇൻറ്റേർണലായിട്ട് അത്തരം അല്ലെങ്കിൽ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തീരുമാനങ്ങൾ മാത്രം അവരെടുക്കുള്ളൂ. അത് തന്നെ അതിലൊരു ഹൈ റിസ്ക് ഇതിലേക്ക് അവരൊരിക്കലും ഇന്നേ വരെ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ചൈനയുടെ ഒരു ഡയറക്റ്റ് ഒരു മിലിറ്ററി ഇൻവോൾവ്മെൻറ്റും അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഓപ്പൺലി ഒരു വെപ്പൺ സപ്ലൈ അതൊന്നും നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്നില്ല. അതേസമയം റഷ്യ ആണെങ്കിലും ചൈന ആണെങ്കിലും പലതരത്തിലുള്ള ഈ സീക്രട്ടായിട്ടും അല്ലാതെ മിലിറ്ററി ഇൻ്റലിജൻസ് ഷെയറിങ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അല്ലാതെ ഈ രണ്ട് രാഷ്ട്രങ്ങളും ഒരിക്കലും ഒരു പരിധി വിട്ടുകൊണ്ട് ഈ ഒരു വാറിൽ ഈവൻ അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ കൂടി ഒരു പരിധി വിട്ട് ഈ ഒരു വാറിൽ അവർ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആവാനുള്ള താല്പര്യം നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് മാസങ്ങളായിട്ടൊക്കെ വീക്ഷിക്കുന്നുണ്ട്. ഇന്നേ വരെ അങ്ങനെ ഒരു അറ്റംപ്റ്റ് അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ അതിനോട് അവർക്ക് താല്പര്യമില്ല. ആക്ച്വലി റഷ്യയെ
സംബന്ധിച്ച് നമുക്കറിയാം അവർ ഓൾറെഡി ഒരു യുദ്ധത്തിൽ കിടക്കുകയാണ്. പിന്നെ ഒരു പഴയ റഷ്യയോ പഴയ സോവിയറ്റ് യൂണിയൻ അല്ല എന്നുള്ളത് നമുക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയണം. അവർ ഈ പോലെ ഇറാനെ പോലെ പലതരത്തിൽ ഉപരോധത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർ ഇൻട്രസ്റ്റ് ഒരിക്കലും ഒരു മിലിറ്ററി ഗെയിനോ മിലിറ്ററി ഒരു ഡോമിനൻസ് ഒരു റീജിയൻ അങ്ങനെയല്ല. അവർക്ക് അവരെ എക്കോണമി അവരെ മാർക്കറ്റും കാര്യങ്ങളും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഈ ഇൻട്രസ്റ്റിന് അപ്പുറത്തായിട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ രാഷ്ട്രത്തെ സപ്പോർട്ട് ചെയ്യണമെന്നോ അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിറ്റർമിനേഷൻ അങ്ങനെ ഒരു സംഭവം ചൈനയ്ക്കില്ല. അവർക്ക് ഇറാൻ എന്തെങ്കിലും സംഭവിച്ചാൽ അവരെ ബാധിക്കാനുള്ള ഒരു സംഗതി സ്വാഭാവികമായിട്ടും ഇപ്പം വെനിസ്വേലയിൽ നിന്നുള്ള എണ്ണയുടെ സപ്ലൈ സ്വാഭാവികമായിട്ടും ഒരു കുറവ് വന്നിട്ടുണ്ട്, ചീപ്പായിട്ട് കിട്ടിയിരുന്ന. അതേപോലെ തന്നെ ഇറാനിൽ നിന്നാണ് പിന്നെ അവർ മേജർ റിസോഴ്സ്. അപ്പോൾ അതും കൂടി അടഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ചൈനീസ് എക്കോണമിയെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിപ്പോൾ ആക്ച്വലി ഈ ഒരു സീസ് ഫയർ ഒരുപാട് ആളുകളുടെ ഒരു ആവശ്യമാണ്. നമ്മൾ വിചാരിക്കും ഇത് ഇന്ത്യയുടെ ആവശ്യമാണ്, അല്ലെങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങൾ ആവശ്യമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ കൺട്രിയുടെ മാത്രം ആവശ്യം എന്നുള്ളത്. ഇത് ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയിടത്തോളം അമേരിക്ക അല്ലാത്ത, ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേൽ അല്ലാത്ത, ഏറ്റവും സിമ്പിളായിട്ട് ഇസ്രായേൽ അല്ലാത്ത ലോകത്തിലെ ഏതാണ്ട് എല്ലാ രാഷ്ട്രങ്ങളുടെയും, പ്രത്യേകിച്ച് ഈ മേഖലയെ എനർജി സെക്യൂരിറ്റിക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന മുഴുവൻ രാഷ്ട്രങ്ങളുടെയും ഒരു ആവശ്യമായിട്ട് മാറിക്കഴിഞ്ഞു ഇതിനൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു സീസ് ഫയർ. അത് തന്നെയാണ് ആക്ച്വലി ഇറാനും ആവശ്യപ്പെടുന്നത്. ടെമ്പററി ആയിട്ടുള്ളൊരു സീസ് ഫയർ അവർക്ക് താല്പര്യമല്ല, പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റാണ് ഇറാനും ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ഇതിനൊപ്പം തന്നെ നമ്മൾ ചേർത്ത് കാണേണ്ട ഒരു കാര്യം കൂടിയില്ലേ, ഇപ്പോൾ നാറ്റോ സഖ്യത്തിൽ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തലപൊക്കി വരുന്നു. ഒരുപക്ഷെ അമേരിക്ക ഒറ്റപ്പെടുന്നു, അല്ലെങ്കിൽ അമേരിക്കയ്ക്കെതിരെ അമേരിക്കയോടൊപ്പം സൈനികമായി ചേർന്ന് നിൽക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പരസ്യമായി തന്നെ പല രാഷ്ട്രങ്ങളും പ്രസ്താവനകൾ ഇറക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നാറ്റോ സഖ്യത്തിൽ അതിൻ്റെ രൂപീകരണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്ര വലിയ അഭിപ്രായ വ്യത്യാസം ഈ സഖ്യത്തിൽ രൂപപ്പെടുന്നത്. നമ്മൾ കാണുന്നത് നാറ്റോ സഖ്യം തകരുന്നതല്ലേ? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ. ആക്ച്വലി ഇപ്പോൾ നമുക്കറിയാം നാറ്റോയുടെ നമ്മൾ വേൾഡ് വാർ സെക്കൻഡിന് ശേഷമാണ് ആക്ച്വലി നാറ്റോ ഫോം ചെയ്തത്. 1949 ഇത് ഒഫീഷ്യലി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് മുതൽ നമുക്ക് കാണാൻ പറ്റും നാറ്റോയുടെ ഈ ഒബ്ജക്റ്റീവ്സ് മീൻസ് ഏറ്റവും പ്രധാനപ്പെട്ട അതിലെ ഏതെങ്കിലും ഒരു അംഗരാഷ്ട്രത്തിന് എന്തെങ്കിലും ഒരു ആക്രമണം നേരിട്ടാൽ എല്ലാവരും അത് കളക്റ്റീവായിട്ട് അതിനെ നേരിടുക എന്നുള്ള ഒരു ബേസിക് ഒരു ഇതിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഒരു ഡിഫൻസ് അലയൻസ് തന്നെ ആക്ച്വലി, അതിൽ സംശയമൊന്നുമില്ല, ഡിഫൻസ് ഒരു മിലിറ്ററി അലയൻസ് തന്നെയാണത്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ മെമ്പേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അമേരിക്ക പ്ലസ് വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് ആയിരുന്നു ആദ്യം. പിന്നീട് അതിൻ്റെ എക്സ്പാൻഷൻ ഈസ്റ്റേൺ സൈഡിലേക്ക് കൂടി വരുന്നു. നമ്മൾ ഒരുപക്ഷെ ഈ റഷ്യ ഉക്രൈൻ വാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണങ്ങളിൽ ഒന്ന് ആക്ച്വലി ഈ നാറ്റോയുടെ ഒരു എക്സ്പാൻഷനിസ്റ്റ് പോളിസിയാണ്. അത് ഈവൻ റഷ്യയുടെ ഡോറിൽ വരെ എത്തി എന്നുള്ളൊരു ഒരു ഫീൽഡിലാണ് ആക്ച്വലി റഷ്യ അതിൻ്റെ പ്രതികരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഉക്രൈൻ അറ്റാക്ക് നടത്തുന്നതൊക്കെ. ഓക്കെ, ഈവൻ പോളണ്ട് വരെ ഇപ്പോൾ അതിൻ്റെ അടുത്തെത്തി. അപ്പം ഈ ഒരു നാറ്റോയുടെ ഇപ്പോഴത്തെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അതിൻ്റെ ഫോർമേഷന് ശേഷമുള്ള ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള, അപ്പം മാഷ് പറഞ്ഞ പോലെ അതിൻ്റെ അകത്തൊരു ഇൻറ്റേർണൽ ഡിവിഷൻ ആക്ച്വലി ഇപ്പം നടന്നു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത് എങ്ങനെ എത്രത്തോളം അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളം എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. അത് എത്രത്തോളം പറയാൻ ഇപ്പം ഈ അമേരിക്ക ഏത് തോന്നിവാസം ലോകത്തിൻ്റെ പല ഭാഗത്ത് പല കോണ്ടക്സിൽ ചെയ്തപ്പോഴും നാറ്റോയിലെ ഏത് രാഷ്ട്രങ്ങൾ കൂടെ അല്ലെങ്കിൽ ബ്രിട്ടൻ എപ്പോഴും അമേരിക്കയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കോണ്ടക്സ് നമുക്ക് കാണാൻ പറ്റും. ഈവൻ ബ്രിട്ടൻ പോലും അമേരിക്ക കൈയൊഴിഞ്ഞൊരു സിറ്റുവേഷനിലേക്ക് എത്തി. യൂറോപ്യൻ യൂണിയനിലെ ഒരുപാട് നമുക്ക് യൂറോപ്യൻ യൂണിയനിലെ അംഗരാഷ്ട്രങ്ങളുടെ മെയിനായിട്ട് നാറ്റോയിൽ പ്രധാനപ്പെട്ട മെമ്പേഴ്സ് യൂറോപ്യൻ യൂണിയൻ ഒന്നടങ്കം അല്ലെങ്കിൽ പല രീതിയിൽ ഒറ്റപ്പെട്ട രാഷ്ട്രങ്ങൾ പ്രതികരിച്ചു. അമേരിക്കക്കെതിരെ, ട്രംപിനെതിരെ, ഇസ്രായേലിനെതിരെ ഒക്കെ പല ഘട്ടത്തിൽ പ്രതിഷേധിച്ചു. ഇപ്പം പ്രത്യേകിച്ച് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്ററും അതേപോലെ സ്പാനിഷ് പ്രൈം മിനിസ്റ്ററൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം പെട്രോ സാഞ്ചസ് സ്പെയിൻ പ്രധാനമന്ത്രി പറഞ്ഞത്, അല്ലെങ്കിൽ ഏകദേശം ഒരാളുടെ പ്രസ്ഥാനക്ക് അപ്പുറത്തായിട്ട് യൂറോപ്യൻ യൂണിയൻ്റെയും നാറ്റോയുടെ ബാക്കി അംഗരാഷ്ട്രങ്ങളുടെയും ആകെ ഒരു ക്രക്സായിട്ട് ഒരു സമ്മറി നമുക്ക് പറയാൻ പറ്റും. അവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ വാറ് ഞങ്ങളുടെ ഒരു വാറല്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു യുദ്ധമല്ല, പക്ഷേ ഇതിലേറ്റവും സഫർ ചെയ്യുന്നത് സാമ്പത്തികമായിട്ട് യൂറോപ്പാണ്, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ, നാറ്റോയിലെ അമേരിക്ക അല്ലാത്ത ബാക്കി മെമ്പേഴ്സാണ്. കാരണം അവർക്ക് ഇറാനെയും അല്ലെങ്കിൽ ആ ഒരു മേഖലയും അല്ലെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യണം അവരുടെ എനർജി സെക്യൂരിറ്റിക്ക്. നേരത്തെ അവർക്ക് റഷ്യ എന്നുള്ള എണ്ണ കിട്ടുന്നുണ്ടായിരുന്നു, പല പൈപ്പ് ലൈൻ വഴിയും റഷ്യയിൽ നിന്ന് എണ്ണയും ഗ്യാസൊക്കെ. അതിന് പലതരത്തിൽ ഉപരോധം കാരണം ബ്ലോക്കേഡ് വരുന്നു. അവർക്ക് പൂർണ്ണമായിട്ട് ഏറെക്കുറെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ട മേഖല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഗൾഫ് കൺട്രീസാണ്. അപ്പോൾ അതിനാണ് ഇപ്പം നമ്മൾ ഈ റഡാർ വിഷ്വൽസൊക്കെ നോക്കുമ്പം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൻ്റെ രണ്ട് സൈഡിലായിട്ട് കുടുങ്ങിക്കിടക്കുന്ന വെസൽസിൻ്റെ എണ്ണം കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഏതാണ്ട് ഇപ്പോൾ ഇറാൻ്റെത് മാത്രമല്ലല്ലോ അവിടെ കുടുങ്ങിക്കിടക്കുന്നത്, ബാക്കി ഏതാണ്ട് GCC സ്റ്റേറ്റ്സ് മീൻസ് മേജർ ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസ് മുഴുവൻ ഈ
ഈ ഒരു സ്ട്രെയിറ്റ് വഴി വേണം അവർക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ. അല്ലാത്തൊരു ഓപ്ഷൻ സൗദിക്ക് വേറെ ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈസ്റ്റ് വെസ്റ്റ് ഒരു പൈപ്പ് ലൈൻ ഉണ്ട്. ആ പൈപ്പ് ലൈന് സൗദി അറേബ്യയുടെ റെഡ് സീയിലുള്ള പോർട്ടായിട്ട് യാംബു പോർട്ടിലേക്കാണ് എത്തുന്നത്. യാംബു പോർട്ട് വഴി വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും റെഡ് സീയിലേക്ക് എത്തി അത് ബാബൽ മന്ദബ് വഴി മീൻസ് റെസ്റ്റ് ഓഫ് ദി വേൾഡിലേക്ക് എത്തും. അപ്പോഴും ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ വലിയൊരു ത്രെട്ട് കിടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എല്ലാവരും ചർച്ച മുഴുവൻ എന്താണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ കേന്ദ്രീകരിച്ചേക്കാണ്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ ഒരു പക്ഷേ ഇറാൻ അവരുദ്ദേശിച്ച തരത്തിലുള്ള ഒരു കൺട്രോൾ അവർക്ക് കിട്ടിയിട്ടില്ല. ഈ വിഷയത്തിൽ അവർക്കൊരു അപ്പർ ഹാൻഡ് കിട്ടിയിട്ടില്ല. ഒരു ബ്ലാക്ക് മെയിലിങ്ങിലുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇറാനെ സംബന്ധിച്ച് ഇപ്പോൾ അമേരിക്കക്കും ഇസ്രായേലിനുള്ള പോലെ ഇറാനും ഉണ്ടാവുമല്ലോ ഒരു പ്ലാൻ എയും ബിയും സിയും ഒക്കെ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ ഒരു ബാബൽ മന്ദബാണ് അവർ ബ്ലോക്ക് ചെയ്യാൻ. അതവർ പല ഘട്ടത്തിൽ ത്രെട്ട് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല അവരുടെ ഈ ഒരു ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നുള്ള ആ ഒരു മൂവ്മെൻറ്റിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ് ഹൂത്തികൾ യമനിലുള്ള. ഇപ്പം ഹമാസിനെ തകർത്തെന്ന് പറയുന്നു, ഹിസ്ബുള്ളയെ തകർത്തെന്ന് പറഞ്ഞു, ഹൂത്തികളെ പലവട്ടം തകർത്തെന്ന് പറയുന്നു. ഇതൊക്കെ ഇപ്പോഴും അവിടെ പല തരത്തിൽ ആക്റ്റീവാണ്. ഹൂത്തികളത് ഈ ഒരു വാറിൽ എല്ലാവരും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു എപ്പിസോഡായിട്ട് എനിക്ക് തോന്നുന്നു. ഹൂത്തികൾ ഇപ്പോഴും ഡയറക്റ്റായിട്ട് ആക്റ്റീവായിട്ട് അഗ്രസീവായിട്ട് ഈ ഒരു വാറിൽ പങ്കെടുത്തിട്ടില്ല. അതവർ സൈലൻ്റായിട്ട് നിൽക്കുകയാണോ അതോ അവരെ വീക്കൻ ചെയ്തതാണോ എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമായിട്ട്. കാരണം ഗാസ വാറിൻ്റെ സമയത്ത് ഇസ്രായേൽ അതുവഴി പാസ് ചെയ്ത് ഏകദേശം എല്ലാം ഇസ്രായേലിലേക്കുള്ളതോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഉടമസ്ഥതയിലുള്ളതായിട്ടുള്ള കപ്പലുകളെല്ലാം അവർ അറ്റാക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഹൂത്തികളുടെ ഒരു ആക്രമണം അല്ലെങ്കിൽ അവരെ ഇറാൻ ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിലേക്ക് അവരെ ഈ പറഞ്ഞ വെപ്പൺസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാതെ മാറ്റിവെച്ചതാണോ എന്ന് ന്യായമായിട്ടും സംശയിക്കാം. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ, അതായത് ബാബൽ മന്ദബ് പോർട്ടും കൂടി ബ്ലോക്ക് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യേകത ഉണ്ടാക്കും. കാരണം എന്താ വെച്ചാൽ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിന് ബൈപ്പാസ് ചെയ്ത് പോകാനുള്ള ഒരു പ്രധാന റൂട്ടാണ് ആക്ച്വലി ഈ ബാബൽ മന്ദബ്. ബൈപ്പാസ് ചെയ്ത് പോകാൻ മീൻസ് ആ ഒരു പോർട്ട് ആ ഒരു ചോക്ക് പോയിന്റ് അടഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യയെ പോലുള്ള ഗൾഫ് കൺട്രീസിന് ഈ ഒരു ഓപ്ഷനും കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു പോർട്ട് കൂടി ബ്ലോക്ക് ചെയ്യപ്പെട്ടാൽ എന്താണ് പിന്നെ സൂയസ് കനാൽ വഴി ഒരു എൻട്രി ഇല്ല. കാരണം അതിന് പ്രസക്തി ഇല്ല. ഈ ഒരു 3 ചോക്ക് പോയിന്റ്സാണ് ആക്ച്വലി ഈ ഒരു മേഖലയെ മൊത്തം അല്ലെങ്കിൽ അന്താരാഷ്ട്ര എനർജി സെക്യൂരിറ്റി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എക്കോണമി മൊത്തം സ്വാധീനിക്കുന്ന 3 ചോക്ക് പോയിന്റ്സ് ആണ്. ഇപ്പം സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്, ബാബൽ മന്ദബ്, സൂയസ് കനാൽ ഇതിങ്ങനെ കണക്ട് ചെയ്ത് പോകണം. ഇതിലൂടെ വരാനുള്ള മെയിൻ സംഗതി ആക്ച്വലി ഈ ആദ്യം സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്, അത് കഴിഞ്ഞിങ്ങനെ കറങ്ങി വരുന്നു ബാബൽ മന്ദബ്, പിന്നീട് സൂയസ് കനാൽ. അപ്പോൾ സൂയസ് കനാൽ ആക്ച്വലി നമുക്കറിയാം അതിൻ്റെ പ്രത്യേകത അത് മെഡിറ്ററേനിയൻ സീയെയും റെഡ് സീയെയും കണക്ട് ചെയ്യുന്നു. അതേസമയം ഈ ബാബൽ മന്ദബ് റെഡ് സീയെയും ഇന്ത്യൻ ഓഷ്യനെയും കണക്ട് ചെയ്യുന്നു. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് പേർഷ്യൻ ഗൾഫിനെയും ഗൾഫ് ഓഫ് ഒമാൻ ഇതിനെയും കണക്ട് ചെയ്യുന്നു. അപ്പം ഈ ഒരു കണക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കണക്റ്റിവിറ്റി പ്രത്യേകത എന്താ വെച്ചാൽ അറേബ്യൻ ഗൾഫ് എന്നുള്ള അല്ലെങ്കിൽ അറേബ്യൻ പെനിൻസുല എന്നുള്ള അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫ് എന്ന ആ ഒരു ഓയിൽ പ്രൊഡ്യൂസിങ് മേഖലയെ ചുറ്റിക്കൊണ്ടാണ് ഈ പറഞ്ഞ 3 ചോക്ക് പോയിൻറ്റ്സും കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ആക്ച്വലി ഏതെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അതെല്ലാവരും ബാധിക്കും, നല്ലൊരു ശതമാനം ആളുകളെ. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്. രണ്ടാമത് ഞാൻ കാണുന്നത് ഈ പറഞ്ഞ ബാബൽ മന്ദബ്. ഇതിലൂടെ കടന്നു പോകുന്ന വെസൽസാണ് ആക്ച്വലി സൂയസ് കനാൽ വഴി പോകുന്നത്. അതുവഴി പോയെങ്കിൽ മാത്രമാണ് ഈ യൂറോപ്യൻ കൺട്രീസിന് ചീപ്പായിട്ട് ഈ പറഞ്ഞ പ്രൊഡക്ട്സ് എല്ലാം കിട്ടുള്ളൂ. അങ്ങനെ ഈ പറഞ്ഞ 3 ചോക്ക് പോയിൻറ്റ്സും ബ്ലോക്ക് ചെയ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാബൽ മന്ദബോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഏതെങ്കിലും തരത്തിൽ അമേരിക്ക കൺട്രോൾ ചെയ്തെന്ന് കൂട്ടിക്കോ. അപ്പം ഈ ബാബൽ മന്ദബ് ബ്ലോക്ക് ചെയ്തു, അതിലൂടെ ഹൂത്തികളെ നിരന്തര ആക്രമണം കാരണം സ്വാഭാവികമായിട്ടും ബാക്കി അന്താരാഷ്ട്ര കപ്പലുകൾക്ക് അതിൽ പോകാൻ ഭയം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അവർ ഇൻഷുറൻസിൻ്റെ റേറ്റ് കാര്യങ്ങൾ അത് ആ തരത്തിൽ ബാധിക്കാം. അല്ലെങ്കിൽ ഒരു തരത്തിൽ അതിലൂടെ പോകാനില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർ മുന്നിൽ ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ കോണ്ടിനെൻ്റ് മുഴുവൻ ചുറ്റിയിട്ട് പണ്ട് നമ്മളൊക്കെ പഠിച്ച എന്താണ് ഈ ആഫ്രിക്കയുടെ സദേൺ ടിപ്പ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റിയിട്ട് വേണം പിന്നെ ഈ വെസൽസ് എല്ലാം. അപ്പോൾ അത് ഏകദേശം ഒരു 10 ദിവസത്തിലധികം മിനിമം 10 ദിവസം എക്സ്ട്രാ ഈ പറഞ്ഞ കപ്പലുകളൊക്കെ ഓടേണ്ടി വരും. അത്രയും വലിയൊരു ഇമ്പാക്റ്റാണ് ഈ പറഞ്ഞ ചോക്ക് പോയിൻറ്റ്സും ഈ എന്താണ് സൂയസ് കനാൽ പോലത്തെ കണക്ടിവിറ്റിക്ക്. സൂയസ് കനാൽ ആക്ച്വലി ഒരു മാൻമെയ്ഡ് ഒരു കനാലാണ്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസും അതേപോലെ ബാബൽ മന്ദബും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു
പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ചുറ്റിലുള്ള അയൽവക്കത്ത് വരുന്ന രാഷ്ട്രങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ജിയോ പൊളിറ്റിക്സ് ആക്ച്വലി ഇമ്പോർട്ടൻസ് കൂട്ടുന്നത്. കാരണം ഇപ്പം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് നമുക്കറിയാം, ഒരു ഭാഗത്ത് ഒമാൻ ആണെങ്കിൽ ഒരു ഭാഗത്ത് UAE ഉണ്ട്, പിന്നെ മേജറായിട്ട് വലിയൊരു ഭാഗം ഇറാൻ്റെ കൺട്രോളാണ്. അപ്പോൾ ഇറാൻ്റെ ഭാഗമാണല്ലോ ഇപ്പോൾ ഈ പ്രശ്നവാദിയായിട്ട് നിൽക്കുന്നത്. ഇപ്പുറത്ത് ഈ ബാബൽ മന്ദബ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് യമനാണ്. യമൻ എന്ന് പറഞ്ഞാൽ ഹൂത്തികളാണ് അതിൻ്റെ സദേൺ ഈ പറഞ്ഞ ഈ ഒരു പോർട്ട് വരുന്ന ഭാഗമൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നീട് ഇപ്പുറത്ത് വരുന്നത് ഒന്ന് സൊമാലിയ, ഒന്ന് എരിത്രിയ, പിന്നെ ജിബൂട്ടി. അപ്പം അത്രയും പ്രശ്നബാധിത മേഖലയിലാണ് ഈ പറഞ്ഞ ചോക്ക് പോയിൻറ്റ്സ് എല്ലാം കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു തരത്തിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രങ്ങൾക്കോ അല്ലെങ്കിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള മിലിറ്റൻറ്റ് ഗ്രൂപ്പ്സിനോ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ വാറിലേക്ക് വലിച്ചെടുക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കര. ഇപ്പം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് 20% ട്രേഡാണ് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം 5%-ലധികം കൺട്രോൾ ചെയ്യുന്നുണ്ട് ബാബൽ മന്ദബ്. അപ്പോൾ ഇത് രണ്ടും അറ്റ് എ ടൈം ബ്ലോക്ക് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ വരിക എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ 4/1 ട്രേഡും ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ്. 4/1 ട്രേഡ് എന്ന് പറഞ്ഞാൽ ഈ 4/1 ട്രേഡ് ബ്ലോക്ക് ചെയ്യപ്പെടുന്നത് അതിന് മെയിനായിട്ടും ലോകത്തിൻ്റെ 50%-ലധികം വരുന്ന ഈ പറഞ്ഞ എനർജി ഇതായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്ട്സിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷനാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്നൊരു പ്രത്യാഘാതം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അത് പ്രൈസ് ഹൈക്കൊക്കെ ഏതൊക്കെ തരത്തിലായിരിക്കും. നമ്മൾ പെട്രോളിൻ്റെ ഒരു വില മാത്രമാണ് നമ്മൾ മനസ്സിൽ പ്രത്യക്ഷത്തിൽ വരുന്നത്. ഇത് ആക്ച്വലി പെട്രോളിയം പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു മേഖലയാണ്. അത് വലിയൊരു ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. എന്തൊക്കെയാണ് പ്രൊഡക്ട്സാണ് നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നത്. ഓയിലിൽ നിന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ പെട്രോളിൽ നിന്നും ഡീസലിൽ നിന്നൊക്കെ വരുന്ന പ്രൊഡക്ട്സ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ബാധിക്കും, അതിനൊക്കെ പ്രൈസ് ഹൈക്ക് ഉണ്ടായിരിക്കും. അപ്പം ഈ മേഖലയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ മേഖലയിൽ ഈ വരുന്ന ഈ പ്രൊഡക്ട്സിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാ രാഷ്ട്രങ്ങളെയും എല്ലാ മേഖലയും അത് ബാധിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കിയാണ് ഒരു പക്ഷേ USSRനോടുള്ള കോമ്പറ്റീഷൻ USSRന് അമേരിക്ക തടയിടുന്നത്. ഈ സുരക്ഷ ഓഫർ ചെയ്തിട്ടാണ് ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത് അമേരിക്ക. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിന്ന് ഇപ്പോഴേക്ക് എത്തി നിൽക്കുമ്പോൾ അമേരിക്കയുടെ വെപ്പൺ സിസ്റ്റം, അമേരിക്കയുടെ വാർ മെക്കാനിസം ഇത് പൂർണ്ണമായിട്ട് ഈ രീതിയിൽ ഇറാനിലേക്ക് തിരിയുകയാണ്. പലപ്പോഴും ഗൾഫ് രാജ്യങ്ങൾക്ക് അവരുടെ പ്രതിരോധത്തിന് ആവശ്യമായ വെപ്പൺസ് പോലും കിട്ടുന്നില്ല, മിസൈൽസ് കൃത്യമായി ഡെലിവർ ചെയ്യുന്നില്ല. ഈ ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അപ്പോൾ പല ഗൾഫ് രാജ്യങ്ങളിലും നമുക്ക് അവസാനമായി കിട്ടുന്ന വാർത്തകളിലൊക്കെ അങ്ങനെയാണ്. പല ഗൾഫ് രാജ്യങ്ങൾ, സൗദി അറേബ്യ, UAE അടക്കമുള്ള രാജ്യങ്ങൾ ബ്രിട്ടനുമായി, ചൈനയുമായി, റഷ്യയുമായൊക്കെ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തി വരികയാണ് ഈ വെപ്പൺ പ്രൊക്യൂർമെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അമേരിക്കയ്ക്കപ്പുറമുള്ള ഒരു സുരക്ഷയെക്കുറിച്ച് ഈ രാജ്യങ്ങളൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നു എന്നൊരു സാഹചര്യം ഇവിടെയുണ്ട്. പലപ്പോഴും അമേരിക്കയ്ക്കപ്പുറം സുരക്ഷയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാതിരുന്ന ഒരു ലോകക്രമത്തിൽ നിന്ന് അമേരിക്കയ്ക്കപ്പുറമുള്ള സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വെപ്പൺ പ്രൊക്യൂർമെൻറ്റിനെ കുറിച്ച് സ്വയം സുരക്ഷ ഒരുക്കേണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ചൊക്കെ ഗൾഫ് രാജ്യങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇത് വലിയ രീതിയിലൊരു അമേരിക്കൻ നയതന്ത്രത്തിന് അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു വേൾഡ് ലീഡർ അല്ലെങ്കിൽ വേൾഡ് പോലീസ് എന്നുള്ള രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്കിനെയൊക്കെ ഒരു ചലഞ്ച് ചെയ്യുന്നൊരു വിഷയമല്ലേ? ഇത് എഗെയിൻ ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. അത് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കാണുന്നത്, ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇറാനും ഇസ്രായേലും നേരിട്ട് ഇത്രയും നീണ്ടു നിൽക്കുന്ന ഒരു സംഘർഷത്തിലേക്ക് കടക്കുന്നത്. രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഗൾഫ് കൺട്രീസ് അവരുടെ സുരക്ഷിതത്വവും അല്ലെങ്കിൽ അവരുടെ സ്റ്റെബിലിറ്റിയും ഒരു വെല്ലുവിളി നേരിടുന്നൊരു സന്ദർഭം ഉണ്ടാകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഗൾഫ് കൺട്രീസ് ഇത്തരം ഒരു വെല്ലുവിളി നേരിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടായത് 1990 തുടക്കത്തിൽ സദ്ദാം ഹുസൈൻ്റെ കുവൈത്ത് ഇൻവേഷനാണ്. അതിനു മുമ്പ് ഈ മേഖല അത്തരത്തിലൊരു വെല്ലുവിളി നേരിട്ടിട്ട് ഒരു ഗൾഫ് രാഷ്ട്രം GCC കൺട്രി, കാരണം അവർക്ക് വർഷങ്ങളായിട്ട് അമേരിക്കയുടെ ഒരു പ്രൊട്ടക്ഷൻ്റെ ഒരു ഇതിലാണ്. ഒരുപക്ഷെ ആ കുവൈത്ത് ഇൻവേഷന് ശേഷമായിരിക്കാം ഈ കൂടുതൽ അമേരിക്കൻ മിലിറ്ററി ബേസസ് എല്ലാം അവിടെ അത്രയും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇപ്പം അവരുടെ 5th ഫ്ലീറ്റ് ബഹ്റൈനിലാണ് കിടക്കുന്നത്. അതിൻ്റെ മെയിൻ പർപ്പസ് തന്നെ ആ ഒരു സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് വഴിയുള്ള ട്രേഡും കാര്യങ്ങളും അതൊക്കെ ഇപ്പം ഇതായി കിടക്കുകയാണ്. ഇപ്പോൾ അതേപോലെ ഖത്തറിലാണ് ഇവർ ഏറ്റവും വലിയ എയർ ബേസ് കിടക്കുന്നത്, അൽ ഉദൈദ്. അപ്പം ഇങ്ങനെ ഏതാണ്ട് എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളിലും അവരുടെ അമേരിക്കൻ മിലിറ്ററി ബേസുകളുണ്ട്. ഈ മിലിറ്ററി ബേസുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയറാണ്. അമേരിക്കൻ താല്പര്യം സംരക്ഷിക്കുന്നതിനപ്പുറത്തായിട്ട് അവർ അവരെ ഈ പറഞ്ഞ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ചെലവും കൊടുത്തിട്ടാണ് ഇവരെ നിർത്തുന്നത്. അപ്പം ഇതിൽ ആക്ച്വലി അമേരിക്കൻ താല്പര്യം അവർ സംരക്ഷിക്കുന്നുണ്ട്, പക്ഷേ ഗൾഫ് രാഷ്ട്രങ്ങളുടെ സുരക്ഷിതത്വം എത്രത്തോളം അവർക്ക് എൻഷുർ ചെയ്യാൻ പറ്റി എന്നുള്ള ചോദ്യം, അല്ലെങ്കിൽ അത് ആദ്യമായിട്ട് ചലഞ്ച് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിനു മുമ്പ് ഇറാൻ പലപ്പോഴും എപ്പോഴൊക്കെ അവർ
ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധസമാനമായ സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ വാക്പോരുകളൊക്കെയുള്ള സമയത്തൊക്കെ അവരെപ്പോഴും ഇറാൻ ത്രട്ടൻ ചെയ്യുമായിരുന്നു. അതായത് ഞങ്ങൾ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് അടക്കും, അല്ലെങ്കിൽ ഞങ്ങൾ അയൽ രാഷ്ട്രങ്ങൾ ആക്രമിക്കപ്പെടും, അമേരിക്കൻ ബേസുകൾ ഇതൊക്കെ വെറും നമ്മളൊക്കെ പലപ്പോഴും ഇത് വെറും ഇറാൻ്റെ ഒരു വെടി പറച്ചിൽ മാത്രമാണെന്ന് ആക്ച്വലി വിചാരിച്ച് കുറേ സംഗതികളാണ് ഈ കഴിഞ്ഞ മാസങ്ങളിൽ യാഥാർത്ഥ്യമായത്. ഇന്ന് സ്ട്രേറ്റ് ഓഫ് ഹോർമസ് ഇത്രയും മാസങ്ങളായിട്ട് അവർക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ രാഷ്ട്രങ്ങൾ അവരുടെ ഷിപ്പുകളൊക്കെ അതിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഭയപ്പെടുന്നു. ഇറാൻ ആക്രമിച്ചോ ഇല്ലെന്നുണ്ട് വേറെ കാര്യം, പക്ഷേ അവർ ഭയപ്പെടുന്നുണ്ട് ഈ പറഞ്ഞ ബാക്കി രാഷ്ട്രങ്ങൾ അതുവഴി ട്രാൻസ്പോർട്ടേഷന്. അതേപോലെ തന്നെ ഗൾഫ് കൺട്രീസ് ഇത്രയും അവർ വിചാരിച്ചില്ല ഇറാൻ ഈ തരത്തിൽ ആക്രമിക്കുമെന്നോ, അല്ലെങ്കിൽ ഇനി ആക്രമിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഓരോ സ്റ്റേജിലും ഈ പറഞ്ഞ അവർക്ക് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രഷറുണ്ട്. ഒമാനെ പോലുള്ള ഇതിൽ മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന ഗൾഫ് രാഷ്ട്രങ്ങളും മീൻസ് അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിലും അവരെ ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം വേറെ ഓപ്ഷൻ അവിടെ അല്ല. ഒരിക്കലും അമേരിക്കയിൽ പോയി ഒരു ബോംബ് ഇടുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോസിബിൾ ആണ്. അതേപോലെ തന്നെ ഇസ്രായേലിൽ ഇപ്പോൾ ഒരു 10 കൊണ്ടിടുകയാണെങ്കിൽ ഒരു 4 മാക്സിമം പോയാൽ അവിടെ വീഴുന്നുള്ളൂ. കാരണം അതിൻ്റെ ഇടയിൽ ഒരുപാട് എയർ സ്പേസ് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് എത്താൻ. അത് ഒരുപാട് ഗൾഫ് അറബ് രാഷ്ട്രങ്ങളാണ്, പ്ലസ് അമേരിക്കയുടെ അതിൻ്റെ ഇടയ്ക്കുള്ള ഇൻ്റർസെപ്ഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഇസ്രായേലിൽ ചെന്ന് വീഴുന്നത്. അപ്പോൾ അതിനൊരുപാട് പരിമിതികളുണ്ട്. അതേസമയം തൊട്ടടുത്തുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ ഇവർക്ക് ടാർഗറ്റ് ചെയ്യുന്ന അത്രയും ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഈ യുദ്ധത്തിൽ ഏറ്റവും ഭീകരമായിട്ട് എനിക്ക് തോന്നുന്ന മറ്റൊരു വസ്തുത, ഈ ആക്രമണത്തിൻ്റെ സ്വഭാവം ഓരോ സമയത്തും ടാർഗറ്റുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അമേരിക്കയുടെ ഒബ്ജക്റ്റീവ്സ് മാറുന്നത് പോലെ തന്നെ ഇവരെ ടാർഗറ്റുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടതാണ് പ്രധാനപ്പെട്ട മിലിറ്ററി കമാൻഡേഴ്സിനെ വധിക്കുന്നു, അല്ലെങ്കിൽ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ വധിക്കുന്നു, പൊളിറ്റീഷ്യൻസിനെ വധിക്കുന്നു, മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറിനെ ടാർഗറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കാണുന്നത് സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറിലേക്കാണ് കൂടുതൽ അറ്റാക്സ് നടന്നത്. അതിപ്പം പാലങ്ങളായിക്കോട്ടെ, റോഡുകളായിക്കോട്ടെ, ഓയിൽ റിഫൈനറീസ്, എക്കോണമി ബാധിക്കുന്ന തരത്തിലേക്ക്. അപ്പം ഇറാൻ ഏതൊക്കെ തരത്തിലാണോ ഇവിടെ അടി കിട്ടുന്നത്, തിരിച്ച് അതേ രീതിയിലാണ് ഇറാൻ ഗൾഫ് രാഷ്ട്രങ്ങൾക്കിട്ടാണ് പണി കൊടുക്കുന്നത്. അതവർ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഗൾഫ് രാഷ്ട്രങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇത് കണ്ടിന്യൂ ചെയ്യുന്നു, അവരെ ഇക്കോണമിയോ അല്ലെങ്കിൽ അവരെ ഇൻഫ്രാസ്ട്രക്ചർ ഇത്ര ബാധിക്കുന്നു അവരൊരിക്കലും ഒരുപക്ഷെ ചിന്തിച്ചിട്ടില്ല. ഞാനിതിൽ ഭയപ്പെടുന്നൊരു സിറ്റുവേഷൻ നമുക്കത് പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ നമ്മൾ ആളുകളെ പാനിക് ആക്കുക എന്ന് വേണമെങ്കിൽ സംശയം, എന്നാലും നമ്മൾ ഭയപ്പെടുന്നൊരു സിറ്റുവേഷൻ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഈ ഇൻഫ്രാസ്ട്രക്ചർ ടാർഗറ്റ് ചെയ്യുന്നത്, ഇപ്പം ഓയിൽ റിഫൈനറി ടാർഗറ്റ് ചെയ്യുന്നു പറഞ്ഞു, ഖത്തറിലെ പ്രധാനപ്പെട്ട റിഫൈനറി ടാർഗറ്റ്, ഖത്തറിലെ തന്നെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് പറഞ്ഞ് 10-15 വർഷം എടുക്കും അത് പഴയ രീതിയിൽ അതിന് റീബിൽഡ് ചെയ്ത് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ തരത്തിൽ റിഫൈനറീസിനെ അറ്റാക്ക് ചെയ്യുന്നത് അടുത്തൊരു സ്റ്റേജായിട്ട് പിന്നെ നമ്മൾ കണ്ടത് ഈ ഇറാൻ്റെ തന്നെ പല പാലങ്ങൾ തകർത്തതിന് കൂടെ തന്നെ അവരെ പ്രധാനപ്പെട്ട സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ, വാട്ടർ ഫെസിലിറ്റീസ്, പിന്നെ ഡീസാലിനേഷൻ സെൻറ്ററിനൊക്കെ അറ്റാക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷനിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. അത് ഇറാൻ ത്രട്ടൻ ചെയ്തു. അപ്പോൾ ഈ ഗൾഫ് കൺട്രീസിൽ നമുക്കറിയാം അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കുടിവെള്ള സ്രോതസ് എന്ന് പറഞ്ഞാൽ കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന, ഞാൻ ഗൾഫിൽ പോയിട്ടില്ല, പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്, ഏകദേശം വേണമെങ്കിൽ 90% അവർ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഇറാൻ്റെ ഒരു അറ്റാക്ക് തിരിച്ച് ഈ പറഞ്ഞ ഡീസാലിനൈസേഷൻ ഈ സെൻറ്റേഴ്സിന് അത്തരം ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് പ്ലാന്റിനൊക്കെ ആക്രമിക്കുന്ന സിറ്റുവേഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും ഇപ്പോഴും അതൊരു വൻ കറ്റാസ്ട്രോഫിയിലേക്കാണ് അത് കാര്യങ്ങൾ എത്തുക. ഒന്ന്, അവിടുത്തെ ഒരു ക്ലൈമറ്റ് നമ്മളിവിടുത്തെ ക്ലൈമറ്റ് അല്ല. അവിടുത്തെ ആളുകൾ നമുക്കറിയാം അവിടെ മെജോറിറ്റി ഫോറിനേഴ്സാണ്. അപ്പോൾ എങ്ങനെയാലും ഒരു രാഷ്ട്രത്തിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണ് സ്വാഭാവികമായിട്ടും ഈ ഭരണാധികാരികളുടെ പ്രൈമറി കൺസേൺ എപ്പോഴും അവരുടെ സിറ്റിസൺസ്, അത് കഴിഞ്ഞിട്ട് ഫോറിനേഴ്സിൻ്റെ ഒക്കെ വരുള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിലും ഏറെക്കുറെ അങ്ങനെ തന്നെയുള്ള ഒരു സിറ്റുവേഷൻ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു പക്ഷേ ഈ വാറ് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അത് സീസ് ഫയറും അല്ലെങ്കിൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ അടുത്ത ഘട്ടം ഈ തരത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ മത്സരിച്ച് തകർക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എത്തും. ഇപ്പോൾ എയർപോർട്ടുകൾ തകർപ്പെടും. ഇപ്പോൾ ദുബായ് എയർപോർട്ടും അല്ലെങ്കിൽ അബുദാബി എയർപോർട്ട്, കുവൈത്തിലേക്ക് എയർപോർട്ട് ഒരുപാട് തവണ ടാർഗറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഈ തരത്തിൽ ഡിസ്ട്രക്ഷനും ഡാമേജൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഭരണാധികാരികളെയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആക്രമിക്കുന്ന അമേരിക്ക, ഇസ്രായേലിനല്ല ബാധിക്കാൻ പോകുന്നത്, മറിച്ച് അവിടെയുള്ള ലക്ഷക്കണക്കിനായിട്ടുള്ള ഫോറിൻ കൺട്രീസിൽ നിന്നുള്ള പൗരന്മാരാണ് കൂടുതൽ ബാധിക്കാൻ പോകുന്നത്, പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളെ. അപ്പോൾ അമേരിക്കൻ ബേസുകൾ പോലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യത്തിലേക്ക് കടന്നു വരികയാണ്.
അമേരിക്കൻ മിലിറ്ററി ബേസ് പോലും അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എങ്ങനെയാണ് അവർ ഈ പറഞ്ഞ ഗൾഫ് രാഷ്ട്രങ്ങളെ അവിടെ സംരക്ഷിക്കുന്ന ചോദ്യം അവിടെ പ്രസക്തമാണ്. ആ ഒരു കോണ്ടക്സ്റ്റിൽ കൂടിയിട്ടാണ് ഇപ്പോൾ താങ്കൾ ചോദിച്ച പോലെ ഗൾഫ് രാഷ്ട്രങ്ങൾ പുതിയ സോഴ്സിലേക്ക്, പുതിയ സഖ്യത്തിലേക്ക് തിരിയുമോ, അല്ലെങ്കിൽ അമേരിക്ക അല്ലാത്തൊരു ചോയ്സിലേക്ക് അവർ റീതിങ്ക് ചെയ്യപ്പെടുന്നു എന്നുള്ള ചോദ്യം ന്യായമായിട്ടുള്ള ചോദ്യമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് തെളിയിച്ചു കഴിഞ്ഞു. അതിനുള്ളൊരു വേദി കൂടിയായിരുന്നു ഈ ഒരു യുദ്ധം. അല്ലെങ്കിൽ അത് അമേരിക്കക്ക് ഉണ്ടാക്കുന്ന ഒരു നാണക്കേടും തിരിച്ചടിയും ചെറുതൊന്നുമില്ല. അപ്പോൾ അമേരിക്കയിൽ നിന്ന് മാത്രം പർച്ചേസ് ചെയ്തിരുന്ന വെപ്പൺസ് അത് നല്ലൊരു ശതമാനം ഇനി റഷ്യയിലേക്കും ചൈനയിലേക്കും ബാക്കി യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ പോകുന്നത് സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ ഒരു സാമ്പത്തിക ആയുധ താല്പര്യത്തിനെയും കൂടിയാണ് അത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയും കൂടി സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മേഖലയുടെ ജിയോ പൊളിറ്റിക്സ് എങ്ങനെയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പം മാഷ് പറഞ്ഞ പോലെ മുഴുവൻ ഗൾഫ് രാഷ്ട്രങ്ങളും അമേരിക്കയിൽ നിന്ന് മാറി ബാക്കി രാഷ്ട്രങ്ങളിലേക്ക് അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല. ഒരു പക്ഷേ അതിലേക്ക് ഒരു ഡിവിഷൻ വരാം. ഒരു പക്ഷേ എൻ്റെ ഒരു പ്രഡിക്ഷൻ ഖത്തർ, അതേപോലെ ഒമാൻ, കുവൈത്ത്, ഈ 3 രാഷ്ട്രങ്ങൾ ഒരു പക്ഷേ അമേരിക്കയിൽ നിന്ന് മാറിയിട്ട് അടുത്തൊരു ചേരിയിലേക്ക് പൂർണ്ണമായിട്ടും പോകുന്നില്ല ഞാൻ പറയുന്നത്, മറിച്ച് ഒരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷനിലേക്ക് ഒരു പക്ഷേ തിരിയാം. അതേസമയം UAEയും സൗദി അറേബ്യയും അല്ലെങ്കിൽ ബഹ്റൈൻ ഞാൻ മനസ്സിലാക്കും കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഒരു അമേരിക്കൻ ഭാഗത്ത് നിൽക്കുന്ന എൻ്റെ ഒരു വിശകലനത്തിലാണ്. കാരണം പല ഘട്ടത്തിലും ഈ ഒരു നേരത്തെ ഖത്തറുമായിട്ടൊരു ഇഷ്യൂ ഉള്ള സമയത്തും അതേപോലെ പല കോണ്ടക്സ്റ്റിലും എപ്പോഴും ഈ ഖത്തറിൻ്റെ കൂടെ കുറച്ചൊക്കെ നിന്ന രാഷ്ട്രങ്ങൾ എനിക്ക് തോന്നുന്നു ഒമാനും കുവൈത്തും പോലത്തെ രാഷ്ട്രങ്ങൾ. ഒമാനാണ് കൂടുതൽ ഒരു ഈ മീഡിയേറ്ററായിട്ട് പലപ്പോഴും ഈ വിഷയത്തിലേക്ക് എപ്പോഴും കാണാറ്. ഈ ബാക്കി ഗൾഫ് രാഷ്ട്രങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പം ഒരു ഇസ്രായേലുമായിട്ടോ അല്ലെങ്കിൽ അമേരിക്കയുമായിട്ടോ വെസ്റ്റേൺ ഇൻട്രസ്റ്റിനെ കൂടുതലായിട്ട് അല്ലെങ്കിൽ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന, അവരെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന പോളിസിയല്ല, മറിച്ച് റീജിയനിലെ ബാക്കി ആക്ടേഴ്സിനും കൂടി കൺസിഡർ ചെയ്യുന്ന ഒരു പോളിസിയാണ് പലപ്പോഴും ഒമാൻ എടുക്കുന്നത് ഇറാൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഈ വാറ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം വരെ നമുക്കറിയാം ഒമാനുമായിട്ടാണ് മധ്യസ്ഥ ചർച്ചയൊക്കെ നടക്കുന്നത്. ഇപ്പോഴും ഒമാൻ അതിൽ മേജർ ഒരു പാർട്ട്ണറാണ്. അപ്പം ഇതിൽ ഗൾഫ് കൺട്രീസിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ നാറ്റോയിൽ ഡിവിഷൻ പറയുന്ന പോലെ തന്നെ ഗൾഫ് കൺട്രീസിൻ്റെ ഇടയിലും ഇനി ആരായിരിക്കണം അവർക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന രാഷ്ട്രം എന്നുള്ള ഒരു ചർച്ച വരുമ്പം സ്വാഭാവികമായിട്ടും ഗൾഫ് കൺട്രീസിൻ്റെ ഇടയിലും ഒരു ഡിവിഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല, ഇതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം ചൈനയെ സംബന്ധിച്ച് അവരുടെ വ്യാവസായിക സ്വപ്നങ്ങൾ വളരെ വലുതാണ്. ഇപ്പം നമ്മൾ നേരത്തെ പോലെ ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവ് ആവട്ടെ, അതുമായി ബന്ധപ്പെട്ടുള്ള വിദേശ രാജ്യങ്ങളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാവട്ടെ, ചൈന വലിയ രീതിയിൽ റാപ്പിഡായിട്ട് ഇതുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നൊരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കഴിയുന്നത്. അപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ അമേരിക്കയുടെ ഒരു സൈനിക സംരക്ഷണത്തിന് പകരം ചൈനയുടെ ഒരു സാമ്പത്തിക നയതന്ത്രം കുറച്ചുകൂടെ സ്വീകാര്യമാകുന്ന ഒരു സാഹചര്യം അങ്ങനെ നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ? ഇതൊക്കെ എഗെയിൻ ഡിപ്പെൻസ് ഓൺ ഈ പറഞ്ഞ അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് മീൻസ് അവിടുത്തെ രാജാക്കന്മാരുടെ. നമുക്കറിയാം ഗൾഫ് കൺട്രീസ് എല്ലാം അവിടെ ഡെമോക്രസി അല്ല, മറിച്ചെല്ലാം ഒരു ഷെയ്ഖ്ഡംസോ കിങ്ഡംസ് മൊണാർക്കീസാണെല്ലാം. അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ്. അപ്പം ഈ ആളുകളുടെ വ്യക്തി താല്പര്യമൊക്കെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ അവരുടെ ഡ്രീംസും പ്രൊജക്ട്സും ഡെവലപ്മെൻറ്റൽ ആസ്പിറേഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം സൗദി പോലത്തെ രാഷ്ട്രം നമുക്കറിയാം അവരുടെ ഒരു പ്രൊജക്ട് 2030 എന്നുള്ളൊരു വിഷൻ 2030. ഓക്കെ, അതിലൂടെ അവർ ഡ്രീം ചെയ്യുന്ന ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് സൗദി അറേബ്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്. അതേപോലെ തന്നെ UAEക്കും ഒരുപാട് പ്രൊജക്ട്സുകളുണ്ട്. ആക്ച്വലി അവരെ ഈ പറഞ്ഞ ഡ്രീം പ്രൊജക്ട്സുകളെല്ലാം ഇപ്പോൾ ഏറെക്കുറെ ഒരു ഹാൾട്ടായ ഒരു സിറ്റുവേഷൻ ഇപ്പം കിടക്കുന്നത്. അത് ഒരുപക്ഷെ അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണ് ഈ പറഞ്ഞ അവരുടെ ഡ്രീം പ്രൊജക്റ്റുകൾക്ക്. അതിൽ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ തിരിച്ചടി ഞാനതിൽ കാണുന്നത് UAE പോലത്തെ രാഷ്ട്രങ്ങൾക്കാണ്. UAEയുടെ ഒരു പ്രത്യേകത ഒരുപക്ഷെ സൗദിക്കുള്ള അല്ലെങ്കിൽ ഖത്തറിനുള്ള അത്രയും ഈ നാച്ചുറൽ റിസോഴ്സൊന്നും UAEക്കില്ല. മറിച്ച് അവരുടെ എക്കോണമിയുടെ ബേസ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ടൂറിസം, അതേപോലെ റിയൽ എസ്റ്റേറ്റ്, ട്രേഡിങ്, അല്ലെങ്കിൽ കണക്ടിവിറ്റി, ഇങ്ങനെയൊക്കെയാണ്. നമുക്കറിയാം ഈ ദുബായൊക്കെ ഒരു മേജർ ട്രാൻസിറ്റ് പോയിൻ്റാണ് ബാക്കി രാഷ്ട്രങ്ങളിലേക്ക് പോകുന്ന ഒരു അതിൻ്റെ ഇടയിൽ മിഡ് സ്റ്റോപ്പൊക്കെ ആയിട്ട്. അപ്പം ഈ UAE പോലത്തെ രാഷ്ട്രങ്ങൾക്ക് അവരുടെ ഇമേജിന് ഭയങ്കര ഒരു കോട്ടം സംഭവിച്ചു. അതൊരു സേഫ് ആയിട്ടുള്ള, സെക്യൂർ ആയിട്ടുള്ള, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു നാടാണ് എന്നുള്ള ഇമേജ് എല്ലാം അപ്പാടെ തകർന്നു പോയി. ഇനി അതവർക്ക് തിരിച്ചു പിടിക്കണമെങ്കിൽ ഒരു പക്ഷേ 10-15 വർഷം എടുക്കും. അതിൻ്റെ ഇടയ്ക്ക് വേറെ യുദ്ധങ്ങളൊന്നും ഇല്ലായെങ്കിൽ മാത്രം. അപ്പം അതേപോലെ ഓരോ രാഷ്ട്രങ്ങളും ഓരോ തരത്തിൽ ബാധിച്ചിട്ടുണ്ട്. ഇപ്പം നേരത്തെ ഞാൻ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡിസ്ട്രക്ഷനെ പറ്റി പറഞ്ഞപ്പം ഖത്തറിൻ്റെ കേസൊക്കെ ഞാൻ പറഞ്ഞു. ഈ പറഞ്ഞ ഖത്തറും ബഹ്റൈന് അതേപോലെ കുവൈത്തൊക്കെ ചെറിയ വളരെ കുഞ്ഞു രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളെ ഇൻഫ്രാസ്ട്രക്ചർ തകർത്ത് അവരെ ഓയിൽ ഇക്കോണമിയും ട്രേഡിനും ബാധിച്ച്. അപ്പം
ഇത് ഉണ്ടാക്കുന്നൊരു പ്രതിസന്ധി ഏതൊക്കെ തരത്തിലേക്കും പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം മാഷി ചോദിച്ച പോലെ അവരിനി ചൈനയിലേക്കാണോ തിരിയുക, റഷ്യയിലേക്കാണോ തിരിയുക, അമേരിക്കയിലേക്കാണോ തിരിയുക, അതേപോലെ അതൊക്കെ ഇവരെ താല്പര്യത്തിനനുസരിച്ചിരിക്കും. അവർ കൂടുതൽ സെക്യൂരിറ്റി തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് അമേരിക്ക പൂർണ്ണമായിട്ടും കൈയൊഴിഞ്ഞുകൊണ്ടുള്ള ഒരു സിറ്റുവേഷൻ അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതിന് പൂർണ്ണമായിട്ടും അവർക്ക് ചൈനയെ ഡിപ്പെൻഡ് ചെയ്യാനും പറ്റില്ല. അതേസമയം ചൈനയെ അവർക്ക് ഒരു മാർക്കറ്റ്, ഒരു ട്രേഡ് പാർട്ട്ണർ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കണം. അപ്പം അത് എഗെയിൻ അമേരിക്കയുടെ താല്പര്യം കൂടി അവിടെ നമുക്ക് പരിഗണിക്കേണ്ടി വരും. ഇത്രയും കാലം നമുക്കറിയാൻ പറ്റും ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ മുഴുവൻ അമേരിക്കയുടെ താല്പര്യം കൂടി സംരക്ഷിക്കുന്ന തരത്തിലാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് എത്ര ഗൾഫ് രാഷ്ട്രങ്ങൾ എത്രത്തോളം ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് ഇനി പ്രസക്തമായിട്ടുള്ള ചോദ്യം. അല്ലെങ്കിൽ അതിനവർ മുതിരുമോ, അതിനുള്ള ധൈര്യം കാണിക്കുമോ എന്നുള്ളതും വളരെ ചോദ്യമാണ്. ഈ കോണ്ടക്സ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത്രയും 1-2 മാസമായിട്ട് ഇറാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ GCC രാഷ്ട്രങ്ങളെ 1 by 1 ആയിട്ട് കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്യും. എനിക്കൊന്ന് കമ്പാരിറ്റീവ്ലി ഒമാനാണ് ആക്രമണം വളരെ കുറച്ച് കിട്ടിയത്. കാരണം ഒമാനുമായിട്ടുള്ള റിലേഷൻ അത്തരത്തിലാണ്. ബാക്കി ഏതാണ്ട് എല്ലാ രാഷ്ട്രങ്ങളും കൂടുതൽ കിട്ടിയ എനിക്ക് തോന്നുന്നു പക്ഷേ UAE-ക്കായിരിക്കും, പിന്നെ ബഹ്റൈൻ, ഖത്തർ, ഇവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, സൗദിക്കെല്ലാം, കുവൈത്തിനെല്ലാം. അപ്പോൾ ഈ രാഷ്ട്രങ്ങൾക്ക് ഇത്രയും ആക്രമണം അവർ നേരിട്ടിട്ടും തിരിച്ച് എത്ര മിസൈൽ ഈ ഗൾഫ് രാഷ്ട്രത്തിൽ നിന്ന്, ഗൾഫ് രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ അവർ ഇറാനെ തിരിച്ചടിച്ച് എന്നുള്ള നമ്മൾ ഇന്നേ വരെ ആരും ചർച്ച ചെയ്തിട്ടില്ല. അവർ ആക്ച്വലി തിരിച്ചടിച്ചിട്ടില്ല സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ. അത്തരത്തിലുള്ള അല്ലെങ്കിൽ അവർ 1-2 പ്രസ്താവനകൾ അവസാനം UAE അല്ലെങ്കിൽ സൗദി ലീഡേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നോക്കി നിൽക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ അതിനപ്പുറത്തായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് ഇറാനെ പേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ അമേരിക്കൻ്റെ മുഴുവൻ സപ്പോർട്ട് അവർക്കുണ്ട്, ഇസ്രായേലിൻ്റെ സപ്പോർട്ട് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇറാൻ ഒരു സത്യത്തിൽ ഈ ഒരു യുദ്ധം ഒറ്റക്കാണ് നയിക്കുന്നത്. നമ്മൾ കൃത്യമായിട്ട് പിക്ചർ നോക്കി നമുക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ റഷ്യയും ചൈനയൊക്കെ പറയും, ഒരു സൈഡിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിലിറ്ററി ഇൻ്റലിജൻസ് ഷെയർ ചെയ്യുന്ന അപ്പുറത്തായിട്ട് അവർ ഡയറക്റ്റ് വാർഫീൽഡിലില്ല, ഡയറക്റ്റ് വെപ്പൺസ് ആ തരത്തിൽ സപ്ലൈ ചെയ്യുന്നില്ല. ഇറാൻ തനിച്ച് ഈ പറഞ്ഞ മുഴുവൻ ഗൾഫ് രാഷ്ട്രങ്ങൾക്കെതിരെയും മിഡിൽ ഈസ്റ്റിലുള്ള മുഴുവൻ, അതിപ്പം ജോർദാൻ വരെ യുദ്ധത്തിൻ്റെ ഭാഗമാണ് ഇൻഡയറക്റ്റ് ആയിട്ട്. കാരണം ഇറാനിൽ നിന്ന് പോകുന്നൊരു മിസൈൽ ജോർദാൻ്റെയും കൂടി എയർ സ്പേസ് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ഇസ്രായേൽ വീഴാൻ കഴിയുള്ളൂ. അപ്പോൾ അവിടുന്ന് അവരും ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ മുഴുവൻ അല്ലെങ്കിൽ ഈജിപ്ത് ഇവരുടെയൊക്കെ മുഴുവൻ താല്പര്യങ്ങൾക്കും മേലെ അല്ലെങ്കിൽ അവർക്കെതിരായിട്ടും കൂടിയാണ് ആക്ച്വലി ഈ യുദ്ധത്തിൽ ഇറാൻ ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ ഇവർക്കെതിരെ നിൽക്കുന്നത്. എന്നിട്ട് പോലും അവരതിന് തിരിച്ച് ഇറാനിലേക്ക് ഒരു മിസൈൽ വിടാനുള്ള ധൈര്യം അവർ ഇപ്പോഴും കാണിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം. അപ്പോൾ അങ്ങനെ ഒരു കോണ്ടക്സ്റ്റിൽ ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ എങ്ങനെയാണ് അമേരിക്കയിൽ നിന്നും മാറി ചിന്തിച്ച് അമേരിക്കയെ പൂർണ്ണമായിട്ടും തഴഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഒരു റഷ്യൻ ചേരിയിലോ അല്ലെങ്കിൽ ചൈനീസ് താല്പര്യം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അമേരിക്കയുടെ യുദ്ധത്തിലെ ഒരു ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് ചൈനയുടെ താല്പര്യങ്ങളും ചൈനയുടെ സാമ്പത്തിക താല്പര്യങ്ങളും തകർക്കുക എന്നുകൂടിയുണ്ട്. ഇപ്പോൾ വെനിസ്വേലയിൽ ചൈനയ്ക്കുള്ള ഓയിൽ സപ്ലൈക്ക് ഒരു ഇത് കുറവ് വന്നു, അതിൻ്റെ കൂടെ തന്നെ ഇറാനിൽ നിന്നുള്ള സപ്ലൈയും കൂടി കുറവ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചൈനയുടെ വാണിജ്യ സാമ്പത്തിക വ്യാവസായിക താല്പര്യത്തിനും കൂടിയാണ് ഇത് ആക്ച്വലി അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം ചൈനയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ പൂർണ്ണമായിട്ടും ചൈനീസ് ചേരിയിലേക്ക് പോകുമെന്ന് അതിനുള്ള ധൈര്യം അവർക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്ക് ഇന്ത്യയുടെ കാര്യം കൂടെ പറയാതെ പോവുകയല്ലോ. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഓയിൽ കൺസംഷനിൽ 80% നമ്മൾ ഇറക്കുമതി ചെയ്യുന്നവരാണ്. നമ്മുടെ ഇറക്കുമതിയുടെ ഭൂരിഭാഗവും വരുന്നത് ഈ ഹോർമൂസ് കടലെടുക്ക് അടക്കമുള്ള സ്ഥലങ്ങളിലൂടെയാണ്. അപ്പോൾ ഈ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഊർജ്ജ പ്രതിസന്ധി നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അഭിമുഖീകരിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇറാൻ റഷ്യ ഒരു പിവോട്ടൽ പോയിൻ്റായി വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്വാഡ് സഖ്യമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. ഇപ്പോൾ ചബഹാർ തുറമുഖത്ത് നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഇറാനുമായി ബന്ധപ്പെട്ട് പല പദ്ധതികളും നമ്മൾ തയ്യാറെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിലൊക്കെ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഇപ്പോഴുള്ള ഒരു നയതന്ത്ര തലത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന ഒരു ചൈനയ്ക്ക് കൃത്യമായി ചൈനയോട് ചേർന്ന് നിൽക്കാത്ത അല്ലെങ്കിൽ ചൈനയുടെ ഒരു അകലം പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ റഷ്യയോട് നയതന്ത്രപരമായിട്ട് ഒരു കൃത്യമായ പോളിസി മുൻനിർത്തി മുന്നോട്ട് പോകുന്ന ഇന്ത്യക്ക് പലതരം വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു ചേരില്ലേ ഇനിയുള്ള ഒരു കാലത്ത്? അങ്ങനെ ഒരു ഭീഷണി നമ്മുടെ രാജ്യത്തിന് മുന്നിലില്ലേ? ഇത് നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏത് രാഷ്ട്രങ്ങളും അവരുടെ ഫോറിൻ പോളിസി ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഡൊമസ്റ്റിക് ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്.
അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നൊരു വിഷയം ആക്ച്വലി ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. ഈ പുറത്തുള്ള പ്രത്യേകിച്ച് ഒരു റീജിയണുമായി ഇപ്പോൾ ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഇപ്പം ഇവിടെ ആക്ച്വലി നമ്മൾ അസസ് ചെയ്യുന്നത് ഇറാനുമായിട്ടോ അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ടോ അല്ലെങ്കിൽ സൗദി അപ്പുറത്തായിട്ട് ഈ ഒരു മേഖലയുമായിട്ടുള്ള നമ്മുടെ ഫോറിൻ പോളിസിയെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, എനർജി സെക്യൂരിറ്റി ഏറ്റവും മാഷ് പറഞ്ഞു കഴിഞ്ഞു 80% ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റി ഈ മേഖലയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ആ എനർജി സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ പെട്രോളിയം പ്രൊഡക്ട്സ് മാത്രമല്ല, നാച്ചുറൽ ഗ്യാസ് അടക്കം. ഈ നാച്ചുറൽ ഗ്യാസിൻ്റെ പ്രധാനപ്പെട്ട 2 പ്രൊഡ്യൂസേഴ്സ് ഈ ലോകത്തിൽ, ഒന്ന് റഷ്യ, അത് കഴിഞ്ഞാൽ നോർവേ ഒക്കെ ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട ഒന്ന് ഇറാനും ഒന്ന് ഖത്തറുമാണ്. ഓക്കെ, ഖത്തറിന് ഓയിലും ഉണ്ട് പെട്രോളും ഉണ്ട്. ഓക്കെ, സൗദിക്കും ബാക്കി രാഷ്ട്രങ്ങൾക്ക് മെയിനായിട്ട് പെട്രോളാണ്. ഇറാനെ സംബന്ധിച്ച് ഇത് രണ്ടും ഉണ്ട്. അതുമാത്രമല്ല അവർക്ക് ഹ്യൂമൻ റിസോഴ്സും ഉണ്ട്. ഇറാൻ്റെ പ്രത്യേകത അതാണ് ആക്ച്വലി. അവർക്ക് നാച്ചുറൽ റിസോഴ്സും ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സും ഉണ്ട്, വലിയൊരു ടെറിറ്ററി ഉണ്ട്, വലിയൊരു പോപ്പുലേഷൻ ഉണ്ട്. ലോകത്തിലെ തന്നെ ഒരു പക്ഷേ 17 or 18 റാങ്കിൽ വരുന്ന രാഷ്ട്രമാണ് ഇൻ ടേംസ് ഓഫ് ടെറിറ്ററി, ഇൻ ടേംസ് ഓഫ് പോപ്പുലേഷൻ സ്ട്രെങ്ത്. ഓക്കെ, അത്ര വലിയ രാജ്യമാണ്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു ചോദ്യത്തിന് വളരെ ഒരു സിമ്പിളായിട്ട് മറുപടി പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ മേഖലയിൽ പ്രധാനപ്പെട്ട 3 പവേഴ്സ് നമ്മൾ സപ്പോസ് എടുക്കുന്നു. ഒന്ന് ഇസ്രായേൽ, ഒന്ന് സൗദി അറേബ്യ, ഒന്ന് ഇറാൻ. ഈ 3 രാജ്യങ്ങളുമായിട്ട് ഇപ്പോൾ സൗദിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് GCC എന്ന് വേണമെങ്കിൽ ഒന്നിച്ചെടുക്കാം, എന്തായാലും കുഴപ്പമില്ല. ഈ 3 ഗ്രൂപ്പുമായിട്ട് ആക്ച്വലി ഇന്ത്യയുടെ ബന്ധം വ്യത്യസ്ത തലത്തിലാണ്. ഇപ്പോൾ ഇറാനുമായിട്ട് നമ്മൾ ചരിത്രകാലം മുതലേ നമ്മൾ നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാഷ്ട്രമാണ്. ഒരുപക്ഷെ ഇന്ത്യ പാകിസ്ഥാൻ്റെ ഈ വിഭജനത്തിന് മുമ്പ് കൊളോണിയൽ പീരീഡിൽ ഇന്ത്യയുമായിട്ട് ഡയറക്റ്റ് ബോർഡർ വരെ ഷെയർ ചെയ്തിരുന്ന രാഷ്ട്രമാണ് ഒരുപക്ഷെ ഇറാൻ, അല്ലെങ്കിൽ ആ ഒരു പേർഷ്യൻ എംപയർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ അത് നമുക്കറിയാം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും അതിൻ്റെ ഇടയിൽ വരുന്നുള്ളൂ. അപ്പം ഇറാൻ എന്നുള്ള രാഷ്ട്രം ആക്ച്വലി ഇന്ത്യയുമായിട്ട് ഡയറക്റ്റ് ബോർഡർ ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ കൂടി ചരിത്രപരമായിട്ട് അവരുമായിട്ട് നല്ലൊരു ബന്ധം ഇന്ത്യ കീപ്പ് ചെയ്യുന്നുണ്ട്. അവരുമായിട്ട് ഇന്ത്യ യുദ്ധത്തിൽ ഏർപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. പല ഘട്ടത്തിൽ അവർ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഇന്ത്യ എനർജി സെക്യൂരിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന വൺ ഓഫ് ദി കൺട്രീസ് ഇൻ ദ മിഡിൽ ഈസ്റ്റ് ഈസ് ആക്ച്വലി ഇറാൻ. സംശയമൊന്നുമില്ല അതിൽ. പിന്നെ നമ്മളുമായിട്ട് ഇപ്പോൾ നമുക്ക് ചബഹാർ പോർട്ട് ഇന്ത്യയുമായിട്ടൊരു ജോയിൻറ്റ് ഒരു പ്രൊജക്റ്റാണ്. ഇന്ത്യക്ക് അവിടെ ഒരു എൻട്രി മീൻസ് ഇറാനുമായിട്ട് നല്ല ബന്ധത്തിൻ്റെ പേരിൽ കിട്ടിയതാണ്. ഇനി ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ നമുക്കറിയാം 1992 ശേഷം മാത്രമാണ് ഇന്ത്യ ഒഫീഷ്യലി ഇസ്രായേലുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. എംബസിയൊക്കെ ഡൽഹിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ നമ്മൾ ഒഫീഷ്യൽ ഡിപ്ലോമാറ്റിക് റിലേഷൻ നമ്മൾ ഈ ഇസ്രായേലുമായിട്ട് ഇല്ല എന്നുള്ളത്. അതും ഈ പറഞ്ഞ ഈ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ ഒരു ഹിസ്റ്ററിയും എവല്യൂഷനൊക്കെ നോക്കുകയാണെങ്കിൽ അതിലേക്ക് നയിച്ച ഒരുപാട് ഘടകങ്ങളൊക്കെ. ഇപ്പോൾ 1990 ശേഷം വന്ന ആഗോള തലത്തിൽ പൊളിറ്റിക്സിൽ വന്ന മാറ്റങ്ങൾ അതിൽ ഒരു പ്രത്യേക ഒരു റോൾ വഹിച്ചൊരു കാര്യമാണ്. ഇപ്പം നമുക്കറിയാം കോൾഡ് വാർ കഴിഞ്ഞു, സോവിയറ്റ് യൂണിയൻ്റെ ഡിസിൻറ്റഗ്രേഷൻ നടക്കുന്നു, ഒരു യൂണിപോളാർ വേൾഡിലേക്ക് പോകുന്നു. അപ്പം സ്വാഭാവികമായിട്ട് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ലോകക്രമത്തിലേക്ക് പോകുമ്പം ഇന്ത്യ അതിനനുസരിച്ച് മെല്ലെ മെല്ലെ മാറിപ്പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായി. പിന്നെ ഈ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോണ്ടക്സ്റ്റ് കൂടിയാണ് 1991. അതുപോലെ തന്നെ ആ കോണ്ടക്സ്റ്റിൽ തന്നെയാണ് ഈ മാഡ്രിഡ് പീസ് പ്രോസസ്സ് എന്നുള്ളൊരു സംഭവം നടക്കുന്ന. അതിലൂടെ ഈ PLOയും ഇസ്രായേലും തമ്മിലുള്ളൊരു ട്രീറ്റിയിലേക്ക് കാര്യങ്ങളെത്തി. 1993 ഓസ്ലോ പീസ് പ്രോസസ്സ് നടന്നുകൊണ്ട് ഈ പറഞ്ഞ PLO ഇസ്രായേലിനെ അംഗീകരിക്കുന്നു, ഇസ്രായേൽ PLOയെ അംഗീകരിക്കുന്നു. അങ്ങനെ ഒരുപാട് ചേഞ്ചസ്, ഗ്ലോബൽ പൊളിറ്റിക്സിൽ ഒരുപാട് ചേഞ്ചസ് നടക്കുന്ന ഒരു കോണ്ടക്സ്റ്റ് കൂടിയാണ് 1992. അന്ന് മുതലാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യ എന്നാണ്, ഏത് കോണ്ടക്സ്റ്റിലാണ് ഈ ഇസ്രായേലുമായിട്ട് ഒഫീഷ്യൽ ഡിപ്ലോമാറ്റിക് റിലേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം നമുക്കറിയാം ഇസ്രായേലുമായിട്ട് ഇന്ത്യ പലതരത്തിൽ ഡിപ്പെൻഡാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഡിഫൻസ് സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടും ഇൻ്റലിജൻസ് ഷെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, അതേപോലെ ഡിഫൻസ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നമ്മൾ ഇസ്രായേലിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന രാഷ്ട്രമാണ്. അത് തർക്കമൊന്നുമില്ല അതിൽ. അല്ലെങ്കിൽ പല വാറിലും അവർ സീക്രട്ടായിട്ടും അല്ലാതെയും ഇന്ത്യയെ സഹായിച്ച രാഷ്ട്രമാണ്. അപ്പം ഇതാണ് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോണ്ടക്സ്റ്റ്. ഇനി സൗദിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാം, അല്ലെങ്കിൽ മുഴുവൻ ഗൾഫ് രാഷ്ട്രങ്ങളും നമ്മൾ അവർ ഡിഫൻസിന് അപ്പുറത്തായിട്ട് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഒന്ന് എനർജി സെക്യൂരിറ്റി, രണ്ടാമത് ഇന്ത്യൻ എക്കോണമിയുമായി ബന്ധപ്പെട്ട് ഈ മേഖല ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതിൽ ഈ ഗൾഫ് രാഷ്ട്രത്തിൽ ഇപ്പോൾ സപ്പോസ് ഒരു 100 വിദേശികളുണ്ട് എന്നുണ്ടെങ്കിൽ ആ 100 വിദേശികളിൽ എന്തായാലും ഒരു 50+ ഇന്ത്യക്കാരായിരിക്കും. അതിൽ തന്നെ നല്ല ശതമാനം മലയാളികളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ചില ഈ UAE പോലത്തെ രാഷ്ട്രങ്ങൾ, UAE, ഖത്തർ, അല്ലെങ്കിൽ കുവൈത്ത്, ബഹ്റൈൻ പോലത്തെ രാഷ്ട്രങ്ങൾ, അവിടുത്തെ ഒരു ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 80+% ഈ പറഞ്ഞ വിദേശികളാണ്. അതിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ നല്ല ശതമാനം ഇന്ത്യക്കാരും മലയാളികളൊക്കെയാണ്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ ഒന്ന് എനർജി സെക്യൂരിറ്റിക്ക് ഈ രാഷ്ട്രങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നു, രണ്ടാമത് റെമിറ്റൻസസ്, അവിടുന്ന് വരുന്ന പണം ഇന്ത്യൻ എക്കോണമിയെയും പ്രത്യേകിച്ച് കേരളത്തിനൊക്കെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ ഇന്ത്യൻ
ജനതയ്ക്ക് അപ്പോൾ ഇന്ത്യയുടെ പോളിസി ഞാൻ പറഞ്ഞു, ഇന്ത്യൻ പോളിസി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല ഫാക്ടേഴ്സാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഇറാനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്, ഇസ്രായേലുമായിട്ടുള്ള ബന്ധം നിശ്ചയിക്കുന്ന വേറെ കുറച്ച് ഫാക്ടേഴ്സാണ്, ഗൾഫ് രാഷ്ട്രങ്ങളുമായിട്ട് വേറെ കുറേ ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുമായിട്ടും ഒരു ഫ്രണ്ട്ലി റിലേഷൻ കീപ്പ് ചെയ്യാനാണ് ഇന്ത്യ എപ്പോഴും താല്പര്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഈ റീജിയനുമായിട്ട് ബന്ധപ്പെട്ട ബൈലാറ്ററൽ ഇഷ്യൂസിൽ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഇൻറ്റേർണൽ ഇഷ്യൂസിലൊന്നും ഡയറക്റ്റ്ലി ഭാഗമാകാനോ ആരുടെയും പക്ഷം പിടിക്കാനോ ആക്ച്വലി ഇന്ത്യ ഇത്രയും വർഷത്തോളം ഇന്ത്യ അതിന് താല്പര്യം കാണിച്ചില്ല. കാരണം അത് ഇന്ത്യയുടെ ഒരു വിഷയമല്ല, മറിച്ച് ഇന്ത്യയുടെ താല്പര്യം ഞാൻ മനസ്സിലാക്കുന്നത് എപ്പോഴും ആ റീജിയനെ ഒരു സേഫായിട്ട് സെക്യൂറായിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സും അവിടെ വർക്ക് ചെയ്യുള്ളൂ. അതായത് വി ഹാവ് ടു എൻഷുർ ദ ഫ്രീ ഫ്ലോ ഓഫ് ഓയിൽ ഫ്രം ദാറ്റ് റീജിയൻ ടു ഇന്ത്യ. അതിന് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഓപ്പൺ ആയിട്ട് കിടക്കണം. അതേപോലെ തന്നെ ആ ഗൾഫ് രാഷ്ട്രങ്ങൾ സേഫായിട്ടും സ്റ്റേബിളായിട്ടും സെക്യൂറായിട്ടും നിന്നെങ്കിൽ മാത്രമാണ് അവിടെയുള്ള ഇന്ത്യക്കാർക്ക് ജോലി ഉണ്ടാവുള്ളൂ, ജോലിയിൽ ഒരു സ്ഥിരത ഉണ്ടാവുള്ളൂ, ശമ്പളം കിട്ടുള്ളൂ. ആ ശമ്പളം, ആ റെമിറ്റൻസ് ഇന്ത്യയിലേക്ക് അയക്കുന്നതാണ് ഇന്ത്യയുടെ GDP-യുടെ നിയർലി 5%. കേരളത്തിൻ്റെ GDP നോക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം CDS പോലത്തെ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത് നിയർലി 30% ഒക്കെയാണ് കേരളത്തിൻ്റെ GDP. നമ്മൾ അതും കൂടി ഇതിന് കാണണം. അപ്പം ആ ഒരു മേഖലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റിയെ മാത്രമല്ല ഇന്ത്യയുടെ എക്കോണമിയെ കാര്യമായിട്ട് ബാധിക്കും. പ്രത്യേകിച്ച് കേരളം പോലത്തുള്ള ഒരു സ്റ്റേറ്റിന് അത് അതിഭീകരമായിട്ട് ബാധിക്കും. നമ്മളെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കുറക്കുന്നതിൽ ഈ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. നമ്മളിവിടെ നടക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിലൊക്കെ അവിടുന്ന് വരുന്ന പണത്തിന് വലിയൊരു ഒരു ഫാക്ടറാണ്. അപ്പം ഇതിനൊക്കെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ താല്പര്യത്തെയും കൂടി ബാധിക്കുക എന്നുള്ളത്. ഇപ്പോഴും നമ്മൾ വെറുതെ നമ്മൾ പുറത്തിറങ്ങി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നാട്ടിൽ എത്ര ചായക്കടകളുണ്ട്, എത്ര ചായക്കട പൂട്ടി. ഈ ചായക്കടകൾ നടത്തുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഒരു പക്ഷേ ഗൾഫ് റിട്ടേണീസാണ്. ഇതൊക്കെ നമ്മളിതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം. അപ്പോൾ ഇവിടെ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്ത കുറേ ആളുകൾ തുടങ്ങിയ ഒരുപാട് സംരംഭങ്ങൾ ഇപ്പോൾ അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ്. കാരണം ഇതൊക്കെ ഗ്യാസും ഇതൊക്കെ വെച്ചിട്ടാണ് ഇതൊക്കെ റൺ ചെയ്യുന്നത്. അപ്പോൾ അത് എത്ര കാലം ഇവർക്ക് ഗ്യാസ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ള ചോദ്യം ചിഹ്നമായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇലക്ഷനൊക്കെ നടക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ പെട്രോളിൻ്റെയൊക്കെ പ്രൈസൊക്കെ ഒരു പക്ഷേ പിടിച്ച് നിൽക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇലക്ഷന് ശേഷം എന്തായിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വേറെ ഓപ്ഷനൊന്നും ഉണ്ടാവില്ല. നമ്മളാരും കുറ്റപ്പെടുത്തുന്നില്ല ഭരണാധികാരികളൊന്നും. പക്ഷേ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അവിടെ നിന്നുള്ള പണത്തിൻ്റെ വരവ് നിൽക്കുന്നു, അവിടെ നിന്നുള്ള ഈ പറഞ്ഞ ഈ എനർജി മെറ്റീരിയൽസിൻ്റെ വരവ് നിൽക്കുന്നു. ഇതൊക്കെ നമ്മുടെ താല്പര്യത്തിന് വിരുദ്ധമാണ്. അതിലേറെ പ്രശ്നം ഇത് എന്ന് അവസാനിക്കും, എങ്ങനെ അവസാനിക്കും, ആർക്കൊക്കെ ഏതൊക്കെ തരത്തിൽ ഇത് ബാധിക്കും എന്നുള്ള ചോദ്യമാണ് അതിലേറെ കിടക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ഈ നാശനഷ്ടങ്ങളൊന്നും ആക്ച്വലി റിയൽ പിക്ചർ ആർക്കും കണക്കൊന്നും കിട്ടിയിട്ടില്ല. UAE എത്ര നാശനഷ്ടം ഉണ്ടായി, സൗദിക്ക് എന്തൊക്കെ നഷ്ടങ്ങളുണ്ടായി, അല്ലെങ്കിൽ ഇറാൻ എന്ത് നഷ്ടങ്ങളുണ്ടായി, ഇൻഫ്രാസ്ട്രക്ചർ വൈസും എക്കോണമിക്കും ഒക്കെ എത്രത്തോളം ആഘാതം ഏൽപ്പിച്ചു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതിന് ഉത്തരം കിട്ടി അതെല്ലാം പഴയൊരു ഫോർമാറ്റിലേക്ക് മീൻസ് ആ ഒരു റീബിൽഡിംഗ് പ്രോസസ്സ് എത്ര വർഷം എടുക്കുമെന്നുള്ള ചോദ്യം കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ചോദിക്കണം. എങ്കിൽ മാത്രമാണ് ഇത് ആരൊക്കെ ഏതൊക്കെ തരത്തിൽ എത്ര കാലത്തേക്ക് ബാധിക്കും എന്നുള്ള റിയൽ പിക്ചറിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. 2-3 ആഴ്ച കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് US ഇറാനെതിരെ ആക്രമണം തുടക്കുന്നത്. എന്നാൽ 1 മാസത്തിന് ശേഷവും വിനാശകരമായി അത് തുടരുകയാണ്. ഈ കാലയളവിൽ ലോകം വലിയ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങളിൽ വലിയ രീതിയിലുള്ള ഊർജ്ജ പ്രതിസന്ധി വെല്ലുവിളിയായി മാറുകയാണ്. അതിനൊപ്പം ചൈനയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ നയതന്ത്ര നീക്കങ്ങൾ ശക്തമാക്കുകയാണ്. ഒരുപക്ഷെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു ലോകക്രമത്തിന് വലിയ വെല്ലുവിളി ഉയരുന്നു എന്ന് വേണം പറയാൻ. എന്തുതന്നെയാണെങ്കിലും യുദ്ധം ആരെയും ഒരു രീതിയിലും സംതൃപ്തിപ്പെടുത്തുന്നില്ല. അസംതൃപ്തരുടെ ഒരു വലിയ വിഭാഗത്തെ സൃഷ്ടിക്കുക മാത്രമാണ് യുദ്ധങ്ങൾ ചെയ്യുന്നത്. ആ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ.